ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ വലിയ പദ്ധതിക്കകത്താണ് നിങ്ങളും ഞാനും കയറിയിരിക്കുന്നത്. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ഒന്ന് രണ്ട് നിമിഷം നമുക്ക് അന്യഭാഷയെ പ്രാർത്ഥിച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൃപയുടെ മറവിലേക്ക് ഞങ്ങൾ മൂടുന്നപ്പ കുറച്ച് നേരം കൂടെ അന്യഭാഷയിൽ എല്ലാവരും അല്പനേരം കൂടെ അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, ഇന്ന് യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു. അന്യഭാഷയിൽ അല്പനേരം അന്യഭാഷയിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അന്യഭാഷയിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ രാജ്യത്ത് പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ഫലം കായ്ക്കണം, എനിക്ക് ഫലം കായ്ക്കണം. എനിക്ക് യേശുവിന്റെ നാമത്തിൽ നിന്ദിക്കപ്പെടുവാൻ മനസ്സില്ല, എനിക്ക് വാഴുക തന്നെ വേണം. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങ് വാഴ്ത്തുന്നപ്പോ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഒരു ഞായറാഴ്ച കൂടെ നമുക്ക് കൂടി വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു. ഇത് ചെറിയ കാര്യമല്ല, ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കർത്താവ് എന്ത് സംസാരിക്കണം എന്നെനിക്ക് എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാവിലെ മുതൽ പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വാക്യം, ഞാൻ വേഗത്തിൽ തന്നെ അങ്ങ് വാക്യത്തിലോട്ട് അങ്ങ് പോവാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന പങ്കുചേരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. വലിയ ദൈവസാന്നിധ്യം എപ്പോഴും ഓർത്തോണം. ദൈവസാന്നിധ്യം നമ്മളിൽ ഇങ്ങനെ പൊതിയുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാണ്. സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്, ദൈവം എവിടെയുണ്ടോ അവിടെ ദൈവ പ്രവൃത്തികളുണ്ട്. ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 2 കൊരിന്ത്യർ ചാപ്റ്റർ 10. ഓക്കെ. ആമേൻ. പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ. അവിടെ പൗലോസ് പറയുകയാണ്, അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. നമ്മുടെ യുദ്ധത്തിൻ്റെ സാമഗ്രികളൊന്നും ജഡീകമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ വിശ്വാസികൾക്കൊരു യുദ്ധമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വാസി ഒരു യുദ്ധത്തിൻ്റെ അകത്താണ് ജീവിക്കുന്നത്. എന്താ യുദ്ധം എന്നറിയാവോ? പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങളുടെ പോരിൻ്റെ, ഞാൻ 3-ാം വാക്യം ഒന്ന് വായിക്കാവോ? ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകമല്ല. ശ്രദ്ധിച്ച്, അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. നോക്കിക്കേ, അതിൻ്റെ അർത്ഥം ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം യുദ്ധം ചെയ്യണമെങ്കിൽ തോക്കോ വാളോ എന്തെങ്കിലും ഒക്കെ വേണം. പക്ഷെ പൗലോസ് പറയാ, ആത്മയുദ്ധം ചെയ്യണമെങ്കിൽ ഇതൊന്നും പോരാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്താണ് ആത്മയുദ്ധം? ഒരു വാക്യോടെ ഞാനൊന്ന് വായിച്ചിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. മതി. നോക്കിക്കേ, അപ്പൊ സർപ്പത്തിന്റെ ലക്ഷ്യം എന്നാണെന്നറിയാവോ? നമ്മുടെ മനസ്സിനെ വഷളാക്കുക. ശ്രദ്ധിച്ചോണേ, ഞാൻ ആദ്യം പറഞ്ഞു നമ്മളൊരു യുദ്ധത്തിൻ്റെ അകത്താണ്. ആത്മയുദ്ധത്തിൽ നിൽക്കുന്ന വ്യക്തി മനസ്സെപ്പോഴും ഏകാഗ്രത വിട്ട് മാറരുത്. ഞാൻ ക്രിസ്തുവിൽ ആരാണ്? ശ്രദ്ധിച്ചോണേ, നമുക്കൊരു യുദ്ധമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അത് ഈ പോരാട്ടോ ബന്ധനത്തിന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പൗലോസ്ലീഹ പറയും, നമുക്കറിയാം യേശു ക്രിസ്തു ഒരിക്കൽ പള്ളിയിൽ ചെന്ന സമയത്ത് 18 വർഷമായിട്ട് കൂനിയായ ഒരു അമ്മച്ചിയെ കണ്ടു.
അമ്മച്ചി ഓർത്തണം, അമ്മച്ചി ആരാധനയ്ക്ക് വരുന്നുണ്ട്, അമ്മച്ചി അവിടെ സ്തോത്രം പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും അവിടെ ഉണ്ട്. അവരെല്ലാവരും ഓർത്തത് അമ്മച്ചിക്ക് പ്രായമാകുമ്പം പുറത്ത് എന്ത് വരും? കൂന് വരും. അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ യേശു വന്നിട്ട് പറഞ്ഞു 18 വർഷമായിട്ട് സാത്താൻ കൂനിയാക്കി ബന്ധിച്ച ഇവളെ ഞാൻ വിടുവിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അപ്പൊ അവർക്ക് കാണാൻ പറ്റാത്തത് എന്തോ യേശുവിന് കാണാൻ പറ്റും. ആ അമ്മയുടെ മേൽ അല്ലെങ്കിൽ ആ സഹോദരീനെ ബന്ധിച്ചിട്ടിരുന്നതിന്റെ മേൽ യേശു ഫൈറ്റ് ചെയ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ആത്മമണ്ഡലത്തെ കാണാനും അറിയുവാനും കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയായി തീരും. അത്രയും നാളും പള്ളിക്കകത്തിരുന്ന ആൾക്ക് കാണാൻ പറ്റിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 18 വർഷമായിട്ട് ഈ അമ്മച്ചി ബൈബിൾ വായിക്കുന്നുണ്ട്, 18 വർഷമായിട്ട് സ്തോത്രം ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, മുടങ്ങാതെ ആരാധനയ്ക്ക് വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും സാത്താന്റെ ബന്ധനത്തിന്റെ അകത്താ. പക്ഷെ യേശു വന്നിട്ട് എന്ത് ചെയ്തു? 18 വർഷമായി. ഇത് രോഗമല്ല. ഒരു സ്തോത്രം പറഞ്ഞേ. ഇത് രോഗമല്ല, ഇത് ബന്ധനമാ. ഇത് അറിയണമെങ്കിൽ ആത്മാവിൽ ഫൈറ്റ് ചെയ്യുന്നവനെ അറിയത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ പൗലോസ് പറയും ഞങ്ങൾക്ക് ഫൈറ്റ് ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ ഫൈറ്റ് മാനുഷികമായിട്ടല്ല, ഞങ്ങളുടെ ഫൈറ്റ് ആത്മീകമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞോണം. എപ്പോഴാ നമുക്ക് അബദ്ധം പറ്റുന്നറിയാവോ? എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് മാറുന്ന ടൈമിൽ ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു യുദ്ധത്തിലാന്നുള്ള തോന്നലും വിട്ടു പോകരുത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ലോകത്തിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്കതിനെ ജയിക്കുവാൻ കഴിയും, നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യുവാൻ കഴിയും. കാര്യം നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ കയ്യിൽ ആയുധം ഇരിപ്പുണ്ട്. ആയുധമുള്ളവൻ ആയുധം ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ആത്മമണ്ഡലത്തിന്റെ അകത്ത് ചലനങ്ങൾ നടക്കാത്തത്. പൗലോസ് പറയും എനിക്ക് യുദ്ധമുണ്ട്, പക്ഷെ എൻ്റെ യുദ്ധത്തിന്റെ സാമഗ്രികൾ ജഡികമല്ല. താഴോട്ട് വായിച്ച് പൗലോസ് പറയുന്ന വാക്ക് നോക്കിയേ. 10-ാം വാക്യം താഴോട്ട് വരുമ്പോൾ 5-ാമത്തെ വാക്യം. അല്ല, 4 മുതൽ വായിച്ചു. 4 മുതൽ വായിച്ചു. ഉം, ഉം, ഉം. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ സാത്താൻ എത്ര കോട്ട കെട്ടിയാലും ഇടിക്കുവാൻ കഴിവുള്ളവരാ നിങ്ങൾ. ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യണം. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം പറഞ്ഞതിന് വിപരീതമായി എന്തു വന്നാലും ദൈവമല്ല യുദ്ധം ചെയ്യേണ്ടത്, ആയുധമുള്ളവനാ. നോക്കിക്കോ, ഒന്നുകൂടെ പറയാം. ബൈബിൾ പൗലോസ് പറഞ്ഞു ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പറയുന്നത്? താഴേക്ക് വായിച്ചേ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും നോക്കിക്കേ. ദൈവത്തിന്റെ പരിജ്ഞാനം അഥവാ വചനത്തിന് വിരോധമായി എന്തെങ്കിലും എൻ്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ ഇടിച്ചു കളയുവാൻ നിങ്ങൾക്ക് കഴിയും. ഇടിച്ചു കളയുവാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ആയുധവും കൈവച്ചുകൊണ്ട് നമ്മൾ പറയുക എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് എന്തുകൊണ്ട് മറുപടിയില്ല? ആയുധത്തെ ഉപയോഗിക്കുവാൻ നാം പഠിക്കണം. ഇത് പൗലോസിന് അറിയാവുന്നത് കൊണ്ടാണ് വെളിച്ചപ്പാടത്തിൽ നിന്നുകൊണ്ട് തുള്ളിക്കൊണ്ടിരുന്നപ്പോൾ പൗലോസ് ഉടനെ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ അവളുടെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവോട് വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ നിമിഷ നേരം കൊണ്ട് അവിടുന്ന് മാറിപ്പോയി. കാര്യം പൗലോസിന് എങ്ങനെ യുദ്ധം ചെയ്യണമെന്നറിയാം. ഒന്നുകൂടെ ഞാൻ പറയാം. യുദ്ധം ചെയ്യുവാൻ അറിയുന്നവന് മാത്രമേ ഇതിൻ്റെ അകത്ത് ജയമുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. ഇനി കേട്ടെ ഇതിൽ നിന്ന് മാറിപ്പോകരുത്. യേശുവിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടോ അത് മാത്രം എൻ്റെ കുടുംബത്തിൽ മതി. അതിന് വിരോധമായതിനെ ഞാൻ ഇടിക്കാൻ വേണ്ടി പോകുക. പക്ഷെ എങ്ങനെ ഇടിക്കും? അത് നമുക്കറിയാൻ വേണ്ടതല്ലേ. ഞാൻ കണ്ട് പണ്ട് തൃശ്ശൂരിൻ്റെ ബോർഡർ, എനിക്ക് ആ സ്ഥലം ഓർമ്മയില്ല, 6-7 വർഷം മുമ്പാണ്. പെരുമ്പാവൂരെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ബൈക്കിനെ കൊണ്ടുവന്നത് കോട്ടയത്തു നിന്ന്. ബൈക്കിന് പോകുന്ന വഴി ഞാനും എൻ്റെ വിശ്വാസം കൊണ്ടുവന്ന എൻ്റെ സ്പിരിച്വൽ ഫാദറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ എന്തോ നമുക്ക് ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാത്ത സ്പിരിച്വൽ സെൻസേഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്?
ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒന്നും ആരോടും മിണ്ടത്തില്ല. പക്ഷെ എന്തോ ഒരു 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 നമുക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല. പക്ഷെ നല്ല അന്തരീക്ഷമായിരിക്കാം, നല്ല കളറായിരിക്കാം, എല്ലാം കൊണ്ടും അനുകൂലമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ. കാര്യം നിങ്ങളുടെ സ്പിരിറ്റ് സെൻസ് ചെയ്യുന്നതാ എന്തോ അസ്വാഭാവികമായിട്ട് അവിടെ ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ചില കാര്യങ്ങളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ചില കൂട്ടത്തിനിടയിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്തകളെല്ലാം കയറി വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്പിരിറ്റ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തും നമുക്ക് ആത്മാവിൽ വിവേചിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും വെട്ടേണ്ടതിനെ വെട്ടുന്നുമില്ല, നമ്മൾ കാണേണ്ടതിനെ കാണുന്നുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്കിത് കാണാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തൃശ്ശൂർ എനിക്ക് വന്നൊരു ബോർഡറില്ല, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, അവിടെ ഒരു എനിക്ക് വന്ന ഹൈവേ എന്ന് കുറച്ചുകൂടെ കയറി പോകണം. എനിക്ക് നമ്മുടെ ചർച്ചിൻ്റെ അവിടെ ഒന്നും ആയിട്ടില്ല, അവിടെ നിന്ന് മുമ്പാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ വന്ന അദ്ദേഹമാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി പ്രാർത്ഥനക്കാരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുക. അപ്പം ഞാൻ ഓർത്ത് ഇതേതാ ഈ പെൺകുട്ടി? കാര്യം അത് ഭയങ്കരമായിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ ഇടയ്ക്കൂടെ നടക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രാർത്ഥന നടക്കുന്ന സമയത്ത്, ഭയങ്കര ആരാധനയുടെ സമയത്ത്, ഞാൻ നോക്കുന്ന സമയത്ത്, പെട്ടെന്ന് എപ്പോഴോ കണ്ണ് തുറന്ന് നോക്കിയ സമയത്ത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ ഇടയിലൂടെ. അപ്പം ഞാൻ ഓർത്ത് ഇതെന്തൊരു പെങ്കൊച്ചാ. കാരണം വിശ്വാസികളെല്ലാം ആരാധിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഈ വർണ്ണ സുലഭമായ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് ഒരു നമുക്കൊരു നാടോടി സ്ത്രീയുടെ വസ്ത്രം എന്ന് വേണേൽ പറയാം, അതുപോലത്തെ കുറേ വസ്ത്രം ഇട്ടുകൊണ്ട് രീതിയിലാണ് ഇതിന് ചിരിച്ചോണ്ട് ഇങ്ങനെ നടക്കുക. അപ്പം ഞാൻ ഓർത്ത് ഇതെന്തൊരു പെങ്കൊച്ചാ. ഞാൻ പിന്നെ കണ്ണടച്ചങ്ങ് ഇരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ചിന്തയാ, എന്നാലും ഈ പെൺകുട്ടി ഇതിൻ്റെ ഇടയിലൂടെ നടന്നിട്ട് ഇവർക്ക് ആർക്കും എന്തുകൊണ്ടാണ് പിടിച്ചിരുത്താത്തത്? ഇപ്പം എൻ്റെ മനസ്സ് കയറി. ചിലപ്പോൾ അയൽവക്കത്ത് നമ്മൾ ഈ പ്രാർത്ഥന വെക്കുമ്പം അപ്പുറത്തെ വീട്ടുകാരൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മൾ പറയില്ല, അവർക്ക് ചിലപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടല്ലോ. ഇനി ഞാൻ ഓർത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ ആ പെൺകുട്ടി ചിലപ്പോൾ ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, നമ്മൾ ഒത്തിരി ചിന്തിക്കുവാണല്ലോ. പിന്നെ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ വീട് മൊത്തം പരതി, മൊത്തം അന്വേഷിച്ചപ്പം അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ ഇല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഇങ്ങനെ ചില കാഴ്ചകൾ നിങ്ങളുടെ കൺമുമ്പിലൂടെ പോകും. ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ആത്മമണ്ഡലത്തിൽ നമുക്ക് ആ സമയത്ത് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഒറിജിനൽ പെണ്ണ് നടക്കുവാന്ന. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്തൊക്കെയോ സിംബലുകളും സൈനുകളും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പൗലോസിലേക്ക് മനസ്സിലായി, ഞാൻ യുദ്ധം ചെയ്യുന്നത് എൻ്റെ ബുദ്ധി കൊണ്ടല്ല, ആത്മാവിലാണ്. അതുകൊണ്ടാണ് യേശു ഗെനസരേത്ത് തടാകത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ 6000 ഭൂതമുള്ളവൻ ഓടി വന്നു. നാട്ടുകാർ മൊത്തം പറഞ്ഞു ഭ്രാന്തനാണ്, അവനെ ചെങ്ങലക്കിട്ടാൽ ചെങ്ങല പൊട്ടിക്കും, വീട്ടിൽ കിടക്കത്തില്ല, ശവക്കോട്ടൽ കിടക്കുന്ന, ആഹാരം കഴിക്കത്തില്ല. യേശു വന്ന ഉടനെ അവൻ്റെ അകത്തുനിന്നും 6000 ഭൂതം സംസാരിക്കാൻ തുടങ്ങി. ഇതാണ് ആത്മാവിൻ്റെ യുദ്ധം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പിശാചിനെ മനസ്സിലായി യേശുവിൻ്റെ കയ്യിൽ ആയുധമുണ്ട്. ഹല്ലേലൂയ. ആയുധമുള്ളവരുടെ അടുക്കലേക്ക് അവൻ്റെ കളി നടക്കത്തില്ല. പൗലോസ് പറയും, എനിക്ക് നന്നായിട്ട് യുദ്ധം, ഞാൻ ജഡത്തിൽ സഞ്ചരിക്കുവാണെങ്കിലും ഞാൻ ജഡപ്രകാരം ഫൈറ്റ് ചെയ്യത്തില്ല, ഞാൻ ആത്മമണ്ഡലത്തിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പൗലോസ് പറയുക, എന്താ ഫൈറ്റ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുക, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്നതിനെ ഇടിച്ചു കളഞ്ഞിട്ട് ഏത് വിചാരത്തെ ഞാൻ പിടിച്ചടക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിക്ക് പിടിച്ചടക്കുവാൻ കഴിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് പിടിച്ചടക്കുവാൻ കഴിയും. വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിനോട് യുദ്ധം ചെയ്യുവാൻ കഴിയും. എങ്ങനെ യുദ്ധം ചെയ്യുന്നത്? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ ഒന്ന് ഓടി വന്നേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ താഴേക്കുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 16 മുതൽ ഒന്ന് വായിച്ച്. 16 മുതലല്ല, 13 മുതൽ വായിച്ച്. 12 മുതൽ വായിച്ചു. 12 മുതൽ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 6:12. മതി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ ഇത്രയും നാള് ബന്ധനമില്ല, പോരാട്ടമില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അവസാനം ബന്ധനവും പോരാട്ടത്തിനല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളുടെ ഫൈറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു നോർമൽ മനുഷ്യനല്ല, ബന്ധനവും പോരാട്ടവും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടവരാ. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും പറയും, ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്, ജഡത്തോടോ രക്തത്തോടോ അല്ല, മനുഷ്യനോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. പറഞ്ഞേ, സ്വർലോകത്തിലെ. ഇനി നോക്കി, അപ്പൊ യുദ്ധമുണ്ടെന്ന് പൗലോസ് പറഞ്ഞു.
മാനുഷിക ആയുധം കൊണ്ടൊരു കളി നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാ യുദ്ധം ചെയ്യുന്നത്? താഴേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ഒന്ന് വായിച്ച് കണ്ടോ. ഒന്നാമത്തെ കാര്യം, കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടണം. ഓവർഫ്ലോയിങ് സ്ട്രെങ്ത് നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി നോക്കിക്കുക. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് അതിന് മുമ്പ് ഒരു വാക്യമുണ്ട്. സുവിശേഷത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ എന്ത് ചെയ്യണം? പാർക്കണം. ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിൻ്റെ അർത്ഥം ഇംഗ്ലണ്ടിൽ നിങ്ങൾ ഒതുങ്ങത്തില്ല. നിങ്ങൾ ഈ ശക്തിയെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അകത്തോ നിങ്ങളുടെ നഗരത്തിൻ്റെ അകത്തോ നിങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തോ ഏത് രാജ്യമായിക്കോട്ടെ നിങ്ങളെ ഒതുക്കുവാൻ കഴിയത്തില്ല. പൗലോസ് പറയും, അനുദിനം കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും തോറും പിശാചിന് നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒറ്റ ആയുധം നിങ്ങളുടെ മേലേക്കത്തില്ല. എന്താ അവന്റെ ആയുധം എന്നറിയാവോ? ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പൊങ്ങുന്നതാണ് അവന്റെ ആയുധം. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിന് വിരോധമായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, യേശുവേ ഇത് മാറിപ്പോണെന്ന് പറഞ്ഞാൽ മാറത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് മാറത്തില്ല. പകരം എന്ത് ചെയ്യണം? സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ സർവായുധ വർഗം എല്ലാം പറയുന്നില്ല. ഞാൻ ഏറ്റവും താഴത്തെ 2 കാര്യം മാത്രം പറയാം. 16ഉം 17ഉം. 6ന്റെ എഫേസ്യർ 6ന്റെ 10. നമുക്ക് അതിനുശേഷം പ്രാർത്ഥിക്കാം. വായിച്ചേ. സിസ്റ്ററെ 16ഉം 17ഉം മാത്രം. 16ഉം 17ഉം മാത്രമേ. എഫേസ്യർ 6ന്റെ. അപ്പൊ ആദ്യം പറഞ്ഞു കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ പറഞ്ഞു. രണ്ടാമത് പറയുകയാണ് ദുഷ്ടന്റെ തീ അമ്പുകളെ കെടുത്തുവാൻ തക്കത്. അപ്പൊ തീയം എന്തുവാ? വചനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ വചനം കൊണ്ട് അതിനെ വെട്ടിക്കളയുവാൻ. നിങ്ങൾ വചനം പറയുമ്പോൾ അവന്റെ തീയമ്പുകളെ വെട്ടിക്കളയുകയാണ്. ഓ ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് ഈ അമിത ബലത്തിൽ ശക്തിപ്പെടുന്നത്? എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അവർക്കൊരു ചർച്ച് കിട്ടി. ആ ചർച്ചിൽ ഒരു നല്ലൊരു സ്ഥലം കിട്ടി. ആരാധന അവിടെ ആരംഭിച്ചു. വിശ്വാസികളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അയൽപക്കത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ ഭയങ്കര എതിർപ്പായിരുന്നു. എപ്പോഴും കാറിലും കൂകലും ഭയങ്കര ബഹളവും ഭയങ്കര അലമ്പുണ്ടാക്കും പ്രാർത്ഥനയ്ക്കിടയ്ക്ക്. ഇവരാണെങ്കിൽ സാധുക്കൾ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. ഒരു ദിവസം അവിടുത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, നാളെ എൻ്റെ ഭാര്യയുടെ അരങ്ങേറ്റമാണ്. ഈ ചെണ്ടകൊട്ടുന്ന എന്തോ സംഭവം, ഈ ചെണ്ടയുടെ എന്തോ സംഭവം. ഭാര്യയാണോ ഇദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പം നാളെ ഇവിടെ കൊട്ടും പാട്ടും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇവിടെ ആഘോഷിക്കണം. വീടിൻ്റെ തൊട്ട് ഇപ്പുറത്താണ്. അപ്പോൾ ഇവിടെ ആരാധന പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ബ്രദർമാരൊക്കെ പറഞ്ഞു, നമുക്ക് വിശ്വാസികളൊക്കെ പറയാം നാളെ വേണ്ട. കാര്യം ഒരു വലിയ പ്രശ്നക്കാരാന്ന് പറഞ്ഞു. ഉടനെ ദൈവദാസൻ പറഞ്ഞു, ആർക്കും മെസ്സേജ് അയക്കേണ്ട, നാളെ ആരാധന ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ദൈവദാസൻ, അപ്പം ഇവർ മനസ്സിലാക്കി നാളെ ആരാധന വെക്കുമെന്ന് മനസ്സിലാക്കി. ഇതൾ പറഞ്ഞു, ഉറപ്പായിട്ടും ഞങ്ങൾ തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞു. ഈ സഭ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ആരാധന വെക്കുമെന്ന് പറഞ്ഞു. ഈ ദൈവദാസൻ രാത്രി ഇരുന്നുകൊണ്ട് ഒന്ന് നോക്കി, ഇതാണ് വാർഫെയർ വെപ്പൺസിന്റെ ഒന്നാമത്തെ വെപ്പൺ. ആ രാത്രി ഇരുന്നുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ രാത്രി മൊത്തം, കർത്താവേ നാളെ ആരാധന നടക്കും. ഒന്നാമത്തെ വാള്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ ഒന്നാമത് വിശ്വാസം എന്ന പരിച, ദൈവവചനം എന്ന വാള്. ഇനി കർത്താവിന്റെ അമിത ബലം എന്നിൽ വ്യാപരിക്കണമെങ്കിൽ അന്യഭാഷ എനിക്ക് ആവശ്യമാണ്. ഈ ദേവദാസൻ വചനം പറഞ്ഞുകൊണ്ട് അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിർത്തിയില്ല. അസിസ്റ്റന്റ് ബ്രദർമാരെല്ലാം കടന്നുറങ്ങി, വിശ്വാസി കടന്നുറങ്ങി. ഈ ദേവദാസൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ഇത് പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറഞ്ഞപ്പോൾ നാളെ രാവിലെ തകർക്കുമെന്ന് പറഞ്ഞവൻ 4 മണിയായപ്പോൾ പെട്ടെന്ന് ഭാര്യയ്ക്കൊരു മാനസിക ബുദ്ധിമുട്ട്. വീടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി ഓടി. ആ ഭൂതം ഇളകിയിട്ട് ഈ പുള്ളിക്കാരി ഇറങ്ങി ഓടി.
അരങ്ങേറ്റവും നടന്നില്ല, ഒന്നും നടന്നില്ല. ആരാധന നടന്നു. കൂടെയുള്ള ബ്രദർമാര് എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നെങ്കിലോ, നാളെ പ്രാർത്ഥനയില്ല, ഇവിടെ അരങ്ങേറ്റമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ, ഇതാണ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്നതിനെ ഇടിച്ചു കളഞ്ഞില്ലെങ്കിൽ, പൗലോസ് പറയാ, സാത്താന്റെ തന്ത്രത്തിൽ നാം കുടുങ്ങിപ്പോകും. നിങ്ങളുടെ ആയുധത്തെ ഉപയോഗിക്കുക. ദൈവവചനം പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ ആയുധധാരികളായി നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ജയാളികളായി മാറുക. ഇതാണ് പൗലോസ് പറഞ്ഞത്. എൻ്റെ വാർഫെയർ വെപ്പൺസ് കാർണലല്ല, ജഡീകമല്ല. ഞാൻ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന മുറിയിലോട്ട് കയറി വാ. എഫെസോസിലെ ദുഷ്ടശക്തികളെയും കൊരിന്തിലെ ദുഷ്ടശക്തികളെയും ഇടിച്ചു കളയുന്ന പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലന്റെ ആയുധം പ്രാർത്ഥനയാണ്. അയ്യോ യേശുവേ തരണേ, കിട്ടണമേ, പോണേ എന്ന പ്രാർത്ഥനയൊന്നുമല്ല. ദൈവത്തിന്റെ പരിജ്ഞാനത്തെ ഉയർത്തിപ്പിടിക്കും. കർത്താവിന്റെ വചനം പറയും, നീ യെരൂശലേമിൽ ഒതുങ്ങത്തില്ല കേട്ടോ, നീ ശമര്യയിൽ പെട്ടുപോകത്തില്ല, നീ യഹൂദയിൽ തീർന്നു പോകത്തില്ല, നീ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകും. ഇത് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാർ അന്യഭാഷ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ ഇംഗ്ലണ്ടിൽ നിങ്ങൾ ഫലം കായ്ക്കും, കുടുംബത്തിൽ ഫലം കായ്ക്കും, ഏത് മേഖലയിലും ഫലം കായ്ക്കും. ഞാൻ യേശുവിന്റെ സാക്ഷിയാണ്. ഓ ആയുധത്തെ ഉപയോഗിച്ച് എനിക്ക് കിടന്നുറങ്ങാൻ മനസ്സില്ല. എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് ജയിച്ചു കേറിയേ പറ്റത്തുള്ളൂ, എനിക്ക് യുദ്ധം ജയിച്ചേ പറ്റത്തുള്ളൂ. ഓ ഓ യേശുവേ. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ രാജ്യത്ത് എവിടെ ആയിക്കോട്ടെ, നിങ്ങളിപ്പം സൂമിൽ കാണുന്നവരായിക്കോട്ടെ, ലൈവിൽ കാണുന്നവരായിക്കോട്ടെ, ഏത് രാജ്യത്തിരുന്നാലും നിങ്ങൾക്ക് യുദ്ധമുണ്ട്. എന്താ യുദ്ധം എന്നറിയാവോ? നിങ്ങളുടെ കാല് തല്ലി ഓടിക്കുന്നതോ നിങ്ങൾക്ക് രോഗം തരുന്നോ ഒന്നും അല്ല യുദ്ധം. കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും വീട്ടിലുണ്ടോ? ഇത് യുദ്ധമാ. അതിനെ ഇറക്കി വിട്ടേ പറ്റത്തുള്ളൂ. കൈ കൊണ്ട് ഓടിച്ചാൽ പോകത്തില്ല, ടാറ്റ പറഞ്ഞാൽ പോകത്തില്ല. വചനം എന്ന വാള് കൊണ്ട് വെട്ടിയിട്ട് അന്യഭാഷ പറയുമ്പോൾ പിശാചിന്റെ ഒരായുധത്തിനും നിങ്ങളെ ഇനി ചലിപ്പിക്കുവാൻ കഴിയത്തില്ല. ഓ ശാന്തലറിയാത്തരി, ഏത് വലിയ വിഷയമായിക്കോട്ടെ, ഏത് വലിയ വിഷയമായിക്കോട്ടെ, ഫസ്റ്റ് പൗലോസ് പറഞ്ഞു, ആദ്യം പൗലോസ് പറഞ്ഞു, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. എന്താണ് ഈ നമ്മൾ ഓർക്കുന്നതെന്നറിയോ? നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കിട്ടിയ ഉടനെ ശക്തി പൂർണ്ണമായെന്നല്ല. പരിശുദ്ധാത്മാവിനെ ബൈബിളിൽ എപ്പോഴും കാണിക്കുമ്പോൾ പല രീതിയിലാണ് കാണിക്കുന്നത്. ഒന്ന്, എൻ്റെ പാനപാത്രമോ നിറഞ്ഞു കവിയും. എണ്ണയോട് പരിശുദ്ധാത്മാവിനെ ഉപമിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? എണ്ണയുടെ പ്രത്യേകത എന്തുവാ? ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ അവിടെ കൊണ്ട് തീരും. പക്ഷെ ഗ്ലാസ്സിലാണോ ശരിക്കും എണ്ണയുടെ സ്ഥാനം? ഇതിനൊരു ഉത്ഭവമുണ്ട്, ഇതിങ്ങനെ വന്നോണ്ടേയിരിക്കും. ഒന്ന്, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് ശക്തി പൂർണ്ണമാകത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ അവന്റെ കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കണം. യെരൂശലേമിൽ അരമണിക്കൂർ അന്യഭാഷ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ശമര്യയിലോട്ട് കയറണമെങ്കിൽ സമയം കൂട്ടണം. യഹൂദിയെ പിടിക്കണമെങ്കിൽ സമയം കൂട്ടണം. യേശുവിന്റെ നാമത്തിൽ ഇംഗ്ലണ്ടിൽ യേശുവിന്റെ സാക്ഷിയാകണമെങ്കിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വചനം എന്താ പറയുന്നത്? അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കുടുംബത്തിലുണ്ടോ? ഇപ്പോൾ നമ്മൾ പറയുന്നത് ശൂലമാണ്, പൗലോസിന്റെ ശൂലമാണ്, ദൈവത്തിന്റെ ശോധന എന്ന് പറഞ്ഞ് അങ്ങോട്ടൊന്നും പോകണ്ട. യുദ്ധമാണ്. സമാധാനം കെടുത്തുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ യുദ്ധമാണ്. ആയുധം ഉറയിൽ നെടുക്കണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ കർത്താവേ, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ നോക്കി, 18 വർഷമായിട്ട് കൂനിയായ സ്ത്രീ ഇരുന്നുകൊണ്ട് യഹൂദന്റെ കയ്യിൽ ഇപ്പോഴും ബൈബിളുണ്ട്. സങ്കീർത്തനം 91 അവർക്ക് അറിയാം. ഒരനർത്ഥവും നിനക്ക് വരത്തില്ല.
എന്തുകൊണ്ടാണ് 18 വർഷമായിട്ട് ഭൂതം പോകാഞ്ഞത്? ആ വചനമൊക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം, അല്ലേ? യഹൂദന്മാർ നല്ല ബൈബിൾ പണ്ഡിതന്മാരാ, അവർ ഒത്തിരി വചനം പറഞ്ഞേക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് 18 വർഷമായ ആന്റി നേരെയാകാഞ്ഞത്? യേശു വരാൻ കാത്തിരുന്നോ? അല്ല. യേശുവിനറിയാം ആത്മയുദ്ധം. യേശുവിനറിയാം ഏതാണ് ബന്ധനം, ഏതാണ് രോഗം, ഏതാണ് വിഷയം, എവിടെയാണ് കുഴപ്പമെന്ന്. ആത്മയുദ്ധം അറിയാവുന്നവന് അതിനെ ഓപ്പറേറ്റ് ചെയ്യുവാനും കഴിയും. ഇതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, എൻ്റെ യുദ്ധത്തിൻ്റെ സാമഗ്രികളൊന്നും മാനുഷികമല്ല. നിങ്ങൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിലോട്ട് വാ. എഫെസോസിലെ അർത്തമിസ് ദേവി എങ്ങനെയാ താഴെ വീണത്? പൗലോസ് പറയും, ഞാൻ വെറുതെ വന്നൊരു പരസ്യോഗം നടത്തിയപ്പോഴേക്കും അവിടെയുള്ള സകലതും ഇളകി. അവര് നോക്കുക, രാജാവ് നോക്കിയപ്പോൾ വലിയ ആരാ വന്നേക്ക്, നോക്കുമ്പോൾ എന്തുവാ, 5 അടി പൊക്കമുള്ളൊരു മനുഷ്യനാ, പ്രായമുള്ളൊരു മനുഷ്യനാ. ഈ മനുഷ്യനൊരു പരസ്യോഗം ചെയ്തപ്പോൾ എങ്ങനെയാ അർത്തമീസ് എന്ന് പറയുന്ന ഒരു ദേവിയുടെ സകല കൂട്ടരും ഇളകിയത്? പൗലോസ് പറയും, ഞാൻ ഇന്നലെ ഒരു 6 മണിക്കൂർ അന്യഭാഷ പറഞ്ഞിട്ടേ, ബൈബിൾ പറയുക, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നുള്ള വചനമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാല് കുത്തുമ്പോൾ അർത്തമിസിന് പൊള്ളും, ആർത്തമിസിന് ചൂടടിക്ക്. അതിന് ഒരു ദുഷ്ടശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ വെറുതെ ഒരു പ്രാർത്ഥന കൊണ്ടൊന്നും നടക്കാൻ പോണില്ല കേട്ടോ. വെറുതെ ഒരു പ്രാർത്ഥന കൊണ്ടോ എവിടെയെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയിൽ കമ്മിറ്റഡ് ആയതുകൊണ്ട് നടക്കത്തില്ല. നിങ്ങൾ യുദ്ധം ചെയ്യണം. പൗലോസ് പറഞ്ഞ വാക്ക് നോക്കിക്കേ, എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യം എന്താണ്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. നമുക്ക് ഈ രാജ്യത്ത് ഒരു പ്രാർത്ഥന ദൈവം തന്നു. നമ്മൾ വന്ന് ഇങ്ങനെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല ദൈവത്തിന്റെ പ്ലാൻ, അറിയാവോ? ഒരു കാലിലേ പറഞ്ഞാട്ടെ, ഇതൊന്നുമല്ല ദൈവത്തിന്റെ പ്ലാൻ. ഒരു സമയത്ത് ഒരു സ്പാർക്ക് ഉണ്ടാവും. പൗലോസും ശീലാസും ഉപവസിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ അങ്ങ് വേർതിരിക്ക്. കണ്ട, ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചു, ഇതാണ് പൗലോസേ നിന്റെ സമയം. ബൈബിൾ പറയുന്ന പൗലോസും ശീലാസും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. ഈ സമയം അതിന്റെ ടൈമാ. ഒരു സമയം അവർ ചാടിക്കോ, തൊടാൻ വേണ്ടി പോകുക, ഞാൻ രാജ്യങ്ങളെ തൊടാൻ വേണ്ടി പോകുക. ടൈം. പ്രാർത്ഥിക്കുന്നവന് മനസ്സിലാവും. നിങ്ങൾക്ക് യുദ്ധത്തിന് കൊള്ളാവുന്ന ദൈവത്തിന് തോന്നിയാലുണ്ടല്ലോ, നിങ്ങളെ കൊള്ളാവുന്ന ദൈവത്തിന് തോന്നിയാൽ, തമ്പുരാന് മനസ്സിലായി, പൗലോസേ നീ ഇങ്ങനെ ഉപവസിച്ചിരിക്കണമെന്നൊന്നുമല്ല, നിന്റെ മുമ്പിൽ കൊരിന്ത്യ പോലുള്ള വലിയ പട്ടണം കിടക്കുക, അതുകൊണ്ട് നീ ചാടിക്കോ, മതി, നിന്റെ എല്ലാ ഇരിപ്പും മതി. നിന്നെ പുറത്തിറക്കുന്ന ടൈമാണിത്. കാര്യം എല്ലാവരും ഉറങ്ങുമ്പോൾ പൗലോസ് യുദ്ധം ചെയ്യുക. ദൈവത്തിന് മനസ്സിലായി, ഇവൻ കൊള്ളാം, ഇവനെ ഞാൻ യഹൂദയിൽ ഒതുക്കത്തില്ല കേട്ടോ, ഇവനെ കൊരിന്ത്യയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, സഹോദര നീ എത്ര ചാടിയാലും, പിശാചേ നീ എത്ര ചാടിയാലും നിന്റെ സകല കോട്ടകളെ ഇടിക്കുവാൻ എൻ്റെ കയ്യിൽ ആയുധമുണ്ട്. ഈ ആയുധമുള്ള നിങ്ങൾ ആയുധം ഉപയോഗിച്ചില്ലെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം സജിപ്പാസ് എന്ന് പറഞ്ഞായിരുന്നല്ലേ, നമുക്ക് ഈ രാജ്യത്തിന്റെ പ്രത്യേകത ഉണ്ട്, ഇവിടെ എല്ലാവരും ബിസിയാക്കും. ജോലി ചെയ്തില്ലെങ്കിൽ, ഒന്ന് ഉറക്കെ പറ, ജോലി ചെയ്തില്ലെങ്കിൽ, ഉറക്കെ പറ, ജോലി ചെയ്തില്ലെങ്കിൽ. ഞാനിപ്പോൾ 2 മാസമായിട്ട് ജോലിയില്ല, സ്വതന്ത്രം പറഞ്ഞാട്ടെ. പക്ഷെ ഏറ്റവും സമൃദ്ധിയായിട്ട് ഞങ്ങൾ നടക്കുന്ന സമയം ഇപ്പോഴാണ്. ഒരു ഹാലലി പറഞ്ഞാട്ടെ, ഏറ്റവും സമൃദ്ധിയായിട്ട് ഒരു ഹാലലി പറഞ്ഞാട്ടെ. അപ്പൊ ഈ രാജ്യത്തിന്റെ കെട്ട് പൊട്ടിയോ ഇല്ലേ? നിങ്ങൾ പറ. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മേലിൽ എന്നത് ബ്രേക്ക് ആയിരിക്കുന്നു. കാരണം ഈ രാജ്യത്ത് നടക്കത്തില്ല അങ്ങനെ, അല്ലേ? ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഒരു കുറവുമില്ലാതെ. ആമേൻ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യാൻ പഠിക്കണം, മസ്റ്റാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടിയത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ശക്തി പൂർണ്ണമാകത്തില്ല, ഇത് ഓവർഫ്ലോയാ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ബെന്നിവർ പറഞ്ഞായിരുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന an exceeding greatness of his power. അതിനർത്ഥം ഈ ശക്തി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഇതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ആരാണോ കൂടുതൽ വലിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മേൽ കൂടുതൽ. ഞാൻ 15 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ചാൽ 15 മിനിറ്റ് നേരത്തേക്കുള്ള ഓവർഫ്ലോ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ 3 മണിക്കൂർ അന്യഭാഷ പ്രാർത്ഥിച്ചാൽ, 3 മണിക്കൂർ വചനം പറഞ്ഞാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓവർഫ്ലോ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു ഡാം പൊട്ടുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ഓവർഫ്ലോ വെളിപ്പെട്ടാൽ
നമ്മൾ എന്തൊക്കെയും പോൾ യോങ്കിച്ചയെ പോലുള്ള മനുഷ്യന്മാർക്ക് എന്തുകൊണ്ടാണ് 10,000 7,000 ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സുവിശേഷം പറയാൻ പറ്റിയത്? രാവിലെ 3 മണി മുതൽ അന്യഭാഷ പറയാൻ തുടങ്ങും. നമ്മൾ എന്തൊക്കെയും പോൾ യോങ്കിച്ചയുടെ വിളി അങ്ങനെയാ. അദ്ദേഹം മരിക്കുന്നതിന് ഏകദേശം 80-ആം വയസ്സിൽ അല്ലേ, 86-ാമത്തെ വയസ്സിൽ എനിക്ക് തോന്നുന്നു, കറക്റ്റ് പ്രായം ഓർക്കുന്നില്ല. ആ പ്രായത്തിലും അദ്ദേഹം 3 മണിക്ക് എണീറ്റ്, നല്ല ചെക്ക്, വയസ്സായി റെസ്റ്റ് ചെയ്യേണ്ട പ്രായത്തിൽ 3 മണിക്ക് എണീറ്റ് ഒരുങ്ങി ആ ഹോളിൽ പോയിരുന്നു കൊണ്ട് നേരം വെളുക്കുന്നവരെ മരണത്തിന് തൊട്ട് മുമ്പും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആത്മാക്കൾക്ക് കേറാതിരിക്കാൻ പറ്റത്തില്ല, പിശാചിന് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, ഒരു നന്മകളെ തടയുവാൻ കഴിയത്തില്ല. കാരണം യുദ്ധം ആയുധമുള്ളവനെ തൊടാൻ കഴിയത്തില്ല. അപ്പൊ ഈ രാജ്യത്ത് വന്ന് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. പറഞ്ഞോട്ടെ, എൻ്റെ മാത്രം കുഴപ്പമാണ്. പൗലോസ് പറയാ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്നതിന് ഏത് വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിനായി ഞാൻ പിടിച്ചടക്കും. ദൈവമല്ല പിടിച്ചടക്കുന്നത്, ദൈവം എനിക്ക് ആയുധം തന്നു. ഞാൻ ആ ആയുധത്തെ ഉപയോഗിക്കാതെ ബന്ധനം പോരാട്ടം നിൽക്കുമ്പോഴേക്കും ഹല്ലേലൂയ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ സാത്താന്റെ ഒപ്പം ആരാധിക്കുന്നവരാ. അയ്യോ, അങ്ങനെ പറഞ്ഞ തെറ്റിദ്ധരിക്കരുത്. 18 വർഷമായ കൂനിയായ അമ്മച്ചി ആമേൻ പറയുന്നുണ്ട്. ആണോ അല്ലയോ? അവിടെ സാത്താൻ വർഷിപ്പൊന്നുമല്ല, സിനഗോഗാണ്, പുരോഹിതനുണ്ട്, പ്രവാചകന്മാരും എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അമ്മച്ചി ആമേൻ പറഞ്ഞിട്ടും ബന്ധനം പൊട്ടുന്നില്ല. അമ്മച്ചി സങ്കീർത്തനം പറഞ്ഞിട്ടും ബന്ധനം പൊട്ടുന്നില്ല. കാരണം എന്നറിയാവോ? ആത്മയുദ്ധം അറിയാവുന്ന ആൾ. യേശു വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്, 18 വർഷമായി കൂനിയായ അമ്മച്ചി പറഞ്ഞല്ല, ഞാൻ 18 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, അതേ ഇത് മാറാൻ വേണ്ടി. വല്ല കുറവുണ്ടോ? അമ്മച്ചിയുടെ കൂടെയുള്ള ആൾ പറയും, ഒരു കുറവുമില്ല, മരുന്ന് കഴിച്ച് മടുത്തെന്നല്ലാതെ. യേശു പറയും, ഇങ്ങോട്ട് കൊണ്ടുപോവാ. അമ്മച്ചിനെ കൊണ്ടുപോകുന്നു. എന്നാ സംഭവം? രോഗമല്ല. ഒരു കാലിലേ പറഞ്ഞു, അതിൻ്റെ കൂടെ പറ, രോഗമല്ലെന്ന് പറ. നമ്മൾ കാണുന്നത് പലതും നമ്മൾ കാണുന്ന വിഷയമല്ല, ഇതിൻ്റെ പിന്നിലൊരു സംഭവമുണ്ട്. അത് ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോകത്തില്ല. ചുമ്മാ പ്രാർത്ഥന തന്നെ പ്രാർത്ഥന അറിയാവോ? കർത്താവേ സഹായിക്കണേ, രക്ഷിക്കണേ, മാറണേ, തീരണേ, പോണേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അധികാരമുള്ളവൻ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ച. അതുകൊണ്ടാണ് യേശു പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. ഇതുപോലെ. ആ വാക്കിന്റെ അർത്ഥം എന്തുവാ? ഇങ്ങനെ ആകണം, ഇതേപോലെ, ഈ രീതി. ഇതൊക്കെ ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഗിദെയോനോട് തമ്പുരാൻ പറഞ്ഞത് എന്തുവാ? നീ ഒരു കുടത്തിന്റെ അകത്ത് എന്തുകൊണ്ടോണം? കുടവും അതിൻ്റെ അകത്ത് എന്തുകൊണ്ടോണം? മൺകുടം ഉടച്ചിട്ട് തീ കത്തിക്കണം, അല്ലേ? എന്ത് ചെയ്യണം? മൺകുട ഉടച്ച് തീ കത്തിച്ചാൽ കടൽക്കരയിലെ മണൽത്തരി പോലത്തെ മിദ്യാൻ സൈന്യം തോക്കുവോ? തമ്പുരാൻ പറയുന്നതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. നീ മൺകുടം ഉടച്ച് തീ കത്തിയാൽ മിദ്യാൻ സൈന്യം തമ്മിൽ വെട്ടിയിരിക്കും. ഇത് ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഉത്തരം കിട്ടത്തില്ല. ഇത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ ഈ ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നോട് ഉള്ളത്തെ ദൈവാത്മാവ് പറഞ്ഞു, ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ രാജ്യത്ത് വന്ന് വെറും കൈയോടെ മടങ്ങുന്നുണ്ടെങ്കിൽ ദൈവ പദ്ധതി അല്ല. ഇവിടെ ഫലം കായ്ക്കണം. വാക്തത്വം, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കലേക്ക് വരുമെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ ഫലം കായ്ച്ചേ പറ്റത്തുള്ളൂ, ഉയർച്ച വന്നേ പറ്റത്തുള്ളൂ, ദൈവ പദ്ധതികൾ നിറവേറിയേ പറ്റത്തുള്ളൂ. ഓ ഷാഠനറിയാന്തരി, ഇത് നടന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അമിത ബലത്തിൽ ശക്തിപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ വാർഫെയർ വെപ്പൺസ് എല്ലാം തുരുമ്പെടുക്കും. പലപ്പോഴും അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് പൗലോസ് പറയുകയാണ്, ഒന്ന്, കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. അതാണ് അന്യഭാഷാ പ്രാർത്ഥന. ഇനി അന്യഭാഷാ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം വാർഫെയർ ആകത്തില്ല. കാര്യം അന്യഭാഷാ പ്രാർത്ഥന വാളല്ല. ശ്രദ്ധിച്ച്, അന്യഭാഷയെ പറ്റി വാളെന്ന് പറയുന്നില്ല. വാളെന്ന് പറയുന്നത് എന്തുവാ? എഫേസ്യ ലേഖനം താഴോട്ട് വായിച്ചേ. എന്താ വാള്? അല്ലല്ല ബ്രദറെ, 17-ാമത്തെ വാക്യം. 17, എഫേസ്യർ 6:17 കണ്ടോ? അപ്പൊ അകത്ത് അമിത ബലത്തിൽ ശക്തിപ്പെട്ടതിന് ശേഷം ആത്മാവ് റെഡിയാ. നോക്കിക്കേ, നിങ്ങൾ അന്യഭാഷ പറയുമ്പോഴേക്കും ആത്മാവ് എന്തായി? ആത്മാവ് നല്ല ഒന്നാം തരം മസിലൊക്കെ ചാടിച്ച് നിൽക്കുക. പക്ഷേ ആത്മാവിന് മസിലുണ്ടായിട്ട് കാര്യമില്ല. ആത്മാവിന്റെ കയ്യിൽ എന്തു വേണം?
ഇതാണ് വചനം എന്ന വാള്. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിന് മസിൽ സ്ട്രെങ്ത് ആവും. നിങ്ങളുടെ മസിൽസ് എന്താവും? സ്ട്രെങ്ത് ആവും. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? മസിൽ കൊണ്ട് വെട്ടാൻ പറ്റുമോ? ഇല്ല, മസിൽ കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. വചനം എന്ന അതുകൊണ്ടാണ് അന്യഭാഷ പറയുന്ന വ്യക്തി മസ്റ്റായിട്ടും വചനം പറഞ്ഞിരിക്കണം. കാര്യം വചനം കൊണ്ട് മാത്രമേ പിശാചിന് വെട്ടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറയാ, ഒരാൾ ഇപ്പൊ യുദ്ധം നടക്കുന്നത്, ഇംഗ്ലണ്ടിലൊക്കെ ഒത്തിരി യുദ്ധമുണ്ടല്ലോ, പല യുദ്ധമുണ്ട്. ഒരു സൈന്യം മൊത്തം വാളുമായിട്ട് വരിക, എതിർ സൈന്യം മൊത്തം ഭയങ്കര ജിമ്മൊക്കെ ആയിട്ട് അവർ ഭയങ്കര ബോഡി ബിൽഡ് ചെയ്ത് വരിക. ആര് ജയിക്കും? ബോഡി ബിൽഡർ ജയിക്കുവോ അതോ വാളുള്ളവൻ ജയിക്കുവോ? എന്തുകൊണ്ട് വാളുള്ളവൻ ജയിക്കുന്നു? ബോഡി ബിൽഡർ എന്താ? സ്ട്രോങ് അല്ലേ? സ്ട്രോങ് ആണ്. പക്ഷെ ആയുധമുള്ളവന് ഒറ്റ മുറി ഏൽപ്പിച്ച ബോഡി ബിൽഡർ താഴെ വീഴും. അപ്പൊ ബോഡി ബിൽഡറും ആയിരിക്കണം, അവൻ എന്തും വേണം, ആയുധം പിടിക്കണമെങ്കിൽ സ്ട്രെങ്ത് വേണം. മനസ്സിലായോ? ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ പണ്ട് പോയ സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ അവർ മെയിൻ്റനൻസ് നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ടൂർ പോയത്. അപ്പൊ മെയിൻ്റനൻസിന്റെ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആയുധമല്ല അവർ ആ സമയത്ത് മാത്രം തൊടാൻ പറ്റത്തില്ല, നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ. പക്ഷെ അന്ന് മാത്രം അവരതെല്ലാം എടുത്ത് പുറത്ത് വെച്ചു. രാജാവ് ഉപയോഗിച്ച വാളും ഒക്കെ എടുത്ത് പുറത്ത് വെച്ചു. അപ്പം അന്നത്തെ കുഞ്ഞു പ്രായത്തിൽ, ചെറുപ്രായത്തിൽ എന്ന് വെച്ചാൽ അന്നത്തെ പ്രായത്തിൽ നമ്മൾ തൊടാനൊരു അവസരം കിട്ടി. കാരണം വെച്ചാൽ പിടിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ആരൊക്കെയോ തൊട്ടപ്പോൾ ഞാനൊന്ന് ഓടിപ്പോയി ഒന്ന് പൊക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. 2 കൈയും കൂടെ പിടിച്ചാലേ ഉള്ളൂ. അപ്പൊ ഞാൻ ആലോചിക്കുക, ഈ രാജാക്കന്മാരെ എടുത്തിട്ട് കറക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തോരം സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ഞാനത് കൊണ്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക? ആടും. അപ്പൊ അവരെന്ത് സ്ട്രോങ് ആയിരിക്കും. രാജാവിന്റെ വാളാ അത്. അപ്പൊ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ ഫിസിക്കൽ സ്പിരിച്വൽ മാൻ എന്ത് ചെയ്യും? ഫിസിക്കലി സ്ട്രെങ്ത് ആവും. സ്പിരിച്വലി അല്ല, ഫിസിക്കലി സ്പിരിച്വൽ മാൻ എന്താവും? സ്ട്രെങ്ത് ആവും. പക്ഷെ മസിൽ വന്നിട്ട് കാര്യമില്ല, ആയുധം വേണം. ഇതാണ് പൗലോസ് പറഞ്ഞത്. ആദ്യം കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം, എന്നിട്ട് താഴേക്ക് വരുവാണ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാളുകൊണ്ട് വെട്ടാൻ പഠിക്കണം. ഓ സ്തോത്രം. എന്തുകൊണ്ടാണ് വചനം പറഞ്ഞിട്ടും ചിലത് മാറാത്തെന്നറിയാവോ? ഇച്ചിരിയും കൂടെ സ്ട്രെങ്ത് കയറാനുണ്ട്. വചനം പറഞ്ഞിട്ടും മാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വാളെടുക്കുമ്പോൾ പഴഞ്ഞു വീഴുക. മനസ്സിലാകുന്നുണ്ടോ? വാളെടുക്കുമ്പോൾ കൈ വളയുക, വെട്ടാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ? സ്പിരിച്വലി സ്ട്രെങ്ത് അല്ല. സ്പിരിച്വലി സ്ട്രെങ്ത് ആകുമ്പോഴാണ് വചനത്തിന് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. 18 വർഷമായ കൂനിയായ സ്ത്രീ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ബന്ധനം എന്ത് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ചിന്തിക്കുക, സാത്താൻ കയറി പുറത്ത് കയറി ഇരിക്കുക. അപ്പൊ ആരാധനയ്ക്കകത്ത് ആര് ഇരിപ്പുണ്ട്? ഒന്ന് പറ. അമ്മച്ചിയുടെ പുറത്ത് ആര് കയറി ഇരിപ്പുണ്ട്? 18 വർഷമായിട്ട് ഈ പുള്ളി എവിടെ ഇരുന്നുണ്ട് ആമേൻ പറയുന്നുണ്ട്. അമ്മച്ചി ആമേൻ പറയുമ്പോൾ നീ എത്ര ആമേൻ പറഞ്ഞു? ഒരു രക്ഷയില്ല. യേശു വന്നപ്പം എന്ത് സംഭവിച്ചു? യേശുവിന് സ്പിരിറ്റിൽ മൂവ് ചെയ്യാൻ കഴിയും. ബൈബിളിലൊരു വാക്യമുണ്ട്, ലൂക്കോസ് 4-ാം വാക്യം ഒന്ന് എടുത്തേ. ലൂക്കോസ് 4-ന്റെ 1 മുതൽ വായിച്ചു. എന്താ യേശുവിന്റെ പ്രത്യേകത? ലൂക്കോസ് 4-ന്റെ 1 പെട്ടെന്ന് വായിച്ചു. 4-ാം അധ്യായം 1-ാം വാക്യം. മതി. അപ്പൊ യേശുവിന്റെ അകത്ത് എന്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളത് കൊണ്ട് യേശു വചനം പറഞ്ഞാൽ അവിടെ പ്രവൃത്തി നടക്കും. യേശുവിന് എന്തുണ്ട്? യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്. ഒന്ന് പറഞ്ഞേ, യേശു പരിശുദ്ധാത്മാവിൽ. നിങ്ങൾ നിറയാറുണ്ടോ? യേശുവിന് എന്തിനാ നിറവ്? അവിടെ നിറവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാവോ? എപ്പോഴും ഒരു ഓവർഫ്ലോ യേശുവിൻ്റെ മേലുണ്ട്. ഇപ്പൊ ബെന്നിബദർ കൊണ്ട് എനിക്ക് വെള്ളം തന്നു, നിറഞ്ഞാ കൊണ്ട് തന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഞാൻ കുടിച്ചപ്പോ കുറഞ്ഞു. അപ്പൊ ഇത് നിറഞ്ഞോ? ഇതിപ്പോ കുറഞ്ഞു. യേശുവിന്റെ മേൽ ആത്മാവ് നിറയാന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? കുറയും തോറും യേശു ഫില്ല് ചെയ്തോണ്ടേ ഇരിക്കുക. ഇത് ഫില്ല് ചെയ്തോണ്ടേ ഇരിക്കണം, ഓവർഫ്ലോ വന്നോണ്ടേ ഇരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പം അന്യഭാഷ പറയുമ്പോൾ നമ്മുടെ അകത്തൊരു സ്ട്രെങ്ത് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കൈയെല്ലാം അടിച്ച് നമ്മൾ പാട്ടൊക്കെ പാടി, അത് കഴിഞ്ഞ് പാട്ടും വർഷിപ്പും അന്യഭാഷ നടത്തുമ്പോൾ നമ്മൾ കാറ്റ് കുത്തിവിട്ട പോലെ കണ്ടിട്ടുണ്ടോ? ഇപ്പം നമ്മൾ പയ്യെ റിലാക്സ് ആവും, ബോഡി ഉറക്കത്തിലേക്ക് പോകും. പക്ഷെ ആ ആരാധന ഒരു 2 മണിക്കൂർ കൂടെ പോയാലും നമ്മൾ പിടിച്ചു നിൽക്കുമായിരുന്നു. നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യും? പയ്യെ ടയേർഡാവും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മുടെ ബോഡിക്ക് ഇഷ്ടം ഇരിക്കാനാ, നമ്മുടെ ആത്മാവിൻ്റെ ഇഷ്ടം നിറയാനാ. നിങ്ങൾ ഏതിനെയാ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബോഡീനെ ആണെങ്കിൽ
നിങ്ങൾ ടയേർഡാവും. വിശ്വാസം പറയുമ്പോൾ നമ്മൾ ടയേർഡ് ആകുന്നുണ്ടെങ്കിൽ ബോഡിക്ക് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആത്മാവിനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഏത് നിമിഷവും എപ്പോഴും പറയും ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് പറ. എൻ്റെ ലൈഫ് എപ്പോഴും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് പറയണം. എന്തും സംഭവിക്കാം, എന്തും സംഭവിക്കാം, എന്തും സംഭവിക്കും. ഇതാണ് വിശ്വാസ ജീവിതം. അപ്പോസ്തലന്മാർ ഓർത്ത് യേശു ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളിനി എന്നാ ചെയ്യണം? യേശു പറഞ്ഞു യെരൂശലേമിൽ പോകണം, യഹൂദയിൽ പോകണം, സുവിശേഷമായിട്ട് പോകണം. ഇവരാകെ കൂടി പള്ളിയിൽ പെരുന്നാളിന് പോയി. എവിടെയാ? പെന്തക്കോസ്ത് പെരുന്നാളിന്. മർക്കോസിന്റെ മാളിക മുറിയിലിരുന്നു. ബൈബിൾ പറയുന്നു പെട്ടെന്നൊരു കൊടിയ കാറ്റടിച്ചു. ഇതെപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും ഓർത്തോണം, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കും. ഇന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ആത്മാവിൽ ആരാധിക്കുന്നവൻ ഈ വാക്ക് മറക്കരുത്. ഏത് സമയത്തും എന്തു സംഭവിക്കും. ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല ബ്രദറെ, ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ പ്രതീക്ഷിച്ചോണം, ഏതെങ്കിലും സമയത്തൊരു ട്വിസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി പോവുക. യേശു ആത്മാവിൽ നിറഞ്ഞു യെരൂശലേമിൽ ചെന്നു, യഹൂദിയിൽ ചെന്നു, പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ സാത്താൻ ഓർത്ത് കാണും, എല്ലാരും പ്രസംഗിക്കുന്ന പോലെ അല്ലേ. പക്ഷെ യേശുവിന്റെ പ്രസംഗത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ഇത് നിറവിന്റെ അകത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുക. ഭവനത്തിന്റെ അകത്ത് അന്യഭാഷ ഉയരട്ടെ, ഭവനത്തിന്റെ അകത്ത് വചനം ഉയരട്ടെ. ഈ ദിവസങ്ങളിൽ സമയമെടുക്ക്. ഇത് ഫയറ്റാണ്. ഇത് ഫയറ്റ് ചെയ്യുക. നിങ്ങൾ ഫയറ്റ് ചെയ്താൽ നിങ്ങൾ ജയിച്ചിരിക്കും. യുദ്ധത്തിന്റെ അകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു കോംപ്രമൈസും വേണ്ട, ഒരു കോംപ്രമൈസും വേണ്ട. എല്ലാ അവസ്ഥകളും മാറും, എല്ലാ സിറ്റുവേഷനും. ഇതിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ ഇതിന് വിരുദ്ധമായി വരുന്നതിനെ ഇറക്കി വിടുവാൻ നിങ്ങളെ കൊണ്ടേ കഴിയത്തുള്ളൂ. പല വിശ്വാസിക്കും പറ്റുന്ന കുഴപ്പമെന്നറിയാവോ? നമ്മൾ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇതിന് വിപരീതമായി വന്നു കഴിഞ്ഞ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ അങ്ങനെ തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി എന്ത് ചെയ്തോണം. അതിന്റെ അർത്ഥം നമ്മൾ പറയത്തില്ലേ, ഞാൻ കുറെ പ്രാർത്ഥിച്ച് നടന്നില്ല, ഇനിയിപ്പം അങ്ങനെ അങ്ങ്. ഇതാ അതിന്റെ അർത്ഥം. പക്ഷെ ഇതിന് വിരുദ്ധമായി വന്നിട്ട് ഇതിന് ഓപ്പോസിറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, നമ്മൾ ഈ ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കേണ്ട സമയമാണ്. പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല, വചനം പറഞ്ഞിട്ടും മാറുന്നില്ല. അതിന്റെ അർത്ഥം എന്തുവാ? വാള് പിടിക്കുമ്പോൾ ആടുന്നത് കൊണ്ടാ. എന്തുകൊണ്ടാണ്? വാള് പിടിക്കുമ്പോൾ ആടുന്നുണ്ടെന്ന് അറിയാൻ വഴി എന്താണെന്നറിയാവോ? ഞാൻ പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കണം? ഫിസിക്കൽ സ്ട്രെങ്തിൽ നിന്നും സ്പിരിച്വൽ സ്ട്രെങ്തിലേക്ക് ഞാൻ ട്രാൻസ്ഫോം ചെയ്യണം. ഇതിനാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ മനസ്സിലായോ? ഒരു കാര്യം നടക്കണമെങ്കിൽ വളരെ സിമ്പിളുവാ. പ്രാർത്ഥന മുറി കയറണം, എന്നിട്ട് എന്ത് ചെയ്യണം? വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. വചനം പറയുകയും അന്യഭാഷ പറയുകയും വചനം പറയുകയും അന്യഭാഷ പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ പുറത്ത് പ്രവൃത്തി നടക്കും. അകത്ത് പ്രാർത്ഥിച്ചാൽ പുറത്ത് അത്ഭുതം. യേശു ആത്മാവിൽ നിറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ 18 വർഷമായ കൂനിയായ അമ്മച്ചിയുടെ മേൽ കയറിയിരിക്കുന്ന ദുരാത്മാവ് പറയുക, എനിക്കിരിക്കാൻ കഴിയുന്നില്ല, എനിക്കിരിക്കാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിഷയത്തിന് നിങ്ങളുടെ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ഒരു കംഫർട്ട് സോൺ നടക്കുന്നുണ്ട്. അതിനെ ഇറക്കി വിട്ടേ പറ്റത്തുള്ളൂ. ചൂടടിക്കുമ്പോൾ മാത്രമേ ഇത് പുറത്തേക്ക് വരത്തുള്ളൂ. യേശു പറഞ്ഞില്ല, ഞാൻ ഒരുത്തന്റെ മേൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കിയാൽ അത് പിന്നെയും വരും. അതെന്താ തപ്പെന്നറിയാമോ? നീര് തപ്പി നടക്കുക. തണുപ്പ് എവിടെയുണ്ടോ അവിടെ കയറിയിരിക്കാൻ നോക്കുക. അപ്പൊ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ഒന്ന് തീ പിടിക്കണം. അതിന് മസ്റ്റായിട്ടും ഈ ദിവസങ്ങളിൽ സമയം നമ്മൾ വേർതിരിക്കണം. ഇതുകൊണ്ടാണ് നിങ്ങൾ ബൈബിളിൽ എവിടെ നോക്കിയാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ലോകത്തിൽ ദൈവപ്രവർത്തികൾ നടക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനുണ്ട്. അവൻ്റെ യുദ്ധമാണ് ആ ഉണർവായി മാറുന്നത്. അവൻ്റെ യുദ്ധത്തിൻ്റെ റിസൾട്ടാണ് ലോകത്തിൽ ഉണർവായി മാറിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണേ, നിങ്ങൾക്കൊരു കാര്യം നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവവചനം നമ്മൾ വായിക്കണം, വചനം പഠിക്കണം. എങ്കിലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ യുദ്ധമാണോ അതോ വിഷയമാണോ. ഇത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആകേണ്ടതാണോ എന്നറിയണമെങ്കിൽ ബൈബിൾ വായിക്കണം. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിലുള്ളതിന് വിപരീതമായി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിചാരിച്ചു. ഉടനെ ഈ പരിജ്ഞാനമില്ലാത്ത ആൾക്കാർ പറയും, ഇത് സാധാരണ, ഇത് നിങ്ങളുടെ കുറവ് കൊണ്ടാണ്, ആ കുറവ് കൊണ്ടാണ്, ഈ കുറവ് കൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? വിമർശിക്കും. കുറവല്ല, അവിടെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ ദാവീദ് തൻ്റെ ചേട്ടന്മാരെ കാണാൻ വേണ്ടി യുദ്ധസ്ഥലത്തേക്ക് വന്നു. യുദ്ധസ്ഥലത്തേക്ക് വന്ന സമയത്ത് അവൻ്റെ ചേട്ടന്മാരെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആടിനെ തീറ്റിക്കുന്നവൻ എന്ത് ചെയ്താൽ മതി?
ആ വഴിക്ക് പോയാൽ മതി. നോക്കുമ്പോൾ ഭയങ്കര വലിയ പരിപാടി അവിടെ. ഗോലിയാത്ത് നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുക. ഞാൻ എല്ലാത്തിനെയും തീർക്കും. ഉച്ചയായിട്ട് പോലും ഒരുത്തിനെ യുദ്ധം ചെയ്യാൻ പേടിയാ. രാജാവ് ഉൾപ്പെടെ വിറച്ച് നിൽക്കുക. ഉടനെ ദാവീദ് പറയും, ഇവനെ കൊന്നാൽ എന്നാ തരും? നോക്കിക്കേ. ഉടനെ സഹോദരൻ പറയും, എടാ അഹങ്കാരിയും തന്നെ ബൈബിളിൽ പറഞ്ഞുണ്ട്, നിന്റെ അഹങ്കാരം വീട്ടിൽ വെച്ചാൽ മതി. ദാവീദ് പറയാ, ഇത് അഹങ്കാരമല്ല, ഇതാ അഭിഷേകം. ഇതാണ് അഭിഷേകം. യഹോവയ്ക്ക് വിരോധമായി സംസാരിക്കുന്നവനെ വീഴ്ത്തുവാൻ എൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് കഴിയും. ചേട്ടന്മാരും പ്രാർത്ഥിക്കുന്നുണ്ട്, ചേട്ടന്മാരും യഹോവയിൽ വിശ്വസിക്കുന്നുണ്ട്, ചേട്ടന്മാരും യഹോവ നല്ലവനെന്ന് പറയുന്ന ആൾക്കാരാ, ചേട്ടന്മാരും യഹോവയുടെ ഇടയിൽ നിന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാ. പക്ഷേ ഗോലിയാത്തിന്റെ മുമ്പിൽ ഏക്കുന്നില്ല ഒന്നും. എന്നാൽ കാട്ടിക്കടന്ന് കിന്നരം വായിച്ച് അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നവൻ പറയുക, ഇവനെ ഞാൻ വീഴ്ത്തിയിരിക്കും, ഇവനെ ഞാൻ അതാണ് കോൺഫിഡൻസ്. ഇതാണ് വിശ്വാസം എന്ന പരിച എടുക്കാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും ഈ വാക്യം വായിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ദാവീദ് ഇതിനു മുമ്പ് ഗോലിയാത്തുമാരെ വീഴ്ത്തിയിട്ടില്ല. കാര്യം കടുവേനെയും സിംഹത്തേനെയും കരടീനെയൊക്കെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും അനാഖ്യനായ ഒരു മല്ലനെ വീഴ്ത്തിയിട്ടൊന്നുമില്ല. സിംഹത്തെക്കാളും വലിയ തന്നെയാണ് ഗോലിയാത്ത്. ഭയങ്കര വലിയ മനുഷ്യനാ, എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ കോൺഫിഡൻസ് പറയുന്നു. അത് കോൺഫിഡൻസ് അല്ല, ഫെയ്ത്താ. അകത്ത് വചനമുള്ളവനെ വിശ്വാസമുള്ളൂ. അവൻ പറയും ഞാൻ ജയിച്ചിരിക്കും. അല്ലാത്തവൻ പറയും തമ്പുരാൻ തന്നാ മതിയായിരുന്നു. ദൈവത്തിന്റെ ഹിതം പോലെയെല്ലാം. അത് വചനത്തിന്റെ വെളിപ്പാടില്ലാത്തവൻ അത് പറയുന്നത്. ദൈവത്തിന്റെ ഹിതം എന്തുവാ? നിനക്കെതിരായി വരുന്ന ആയുധം ഫലിക്കത്തില്ല. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽപ്പിക്കും. ഇതാ ദൈവഹിതം. അപ്പൊ നിങ്ങൾ പറയാ ദൈവഹിതമാണ് എല്ലാം നടക്കട്ടെ. അപ്പൊ നിങ്ങൾക്കും അറിയത്തില്ല. അപ്പൊ വചനമൊക്കെ ചുമ്മാ കേൾക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായി എവിടെയാ പ്രശ്നം എന്നൊക്കെ. വചനം പറയുന്നതിന്റെ വിപരീതമായി വരുമ്പോൾ ദാവീദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഗോലിയാത്ത് പറയുക, ആരാടെ യഹോവ? കളിയാക്കുക. അവര് സൈന്യങ്ങളെല്ലാം ചിരിക്കുക. അവിടെ വചനം അറിയാവുന്ന എല്ലാവരും തല കുനിച്ച് നിൽക്കുക. എന്നാ ചെയ്യാനാ? നിന്നെയും പരിഹാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക. ദാവീദ് പറയൊക്കെ, നീ വീട്ടിൽ വെച്ചാൽ മതി, ഞാൻ നിന്ദിക്കപ്പെടാനുള്ളവനല്ല, ഞാൻ മാനിക്കപ്പെടാനുള്ളവനാ. ദാവീദ് മുന്നോട്ട് ചെന്നു. അപ്പൊ ഉടനെ കളിയാക്കുക, നീ എന്നെ വടിയും കോലുമായിട്ടാണോടാ? ഞാനെന്താ നായയാണോ എന്നാ ചോദിക്കുന്നത് ഗോലിയാത്ത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പൗലോസ് പറഞ്ഞു, എൻ്റെ പോരിന്റെ ആയുധങ്ങളോ? ദാവീദ് പറയും, മോൻ എനിക്ക് വാളും വേണ്ട, ഒന്നും വേണ്ട. നിനക്കറിയാം, പടച്ചട്ടയൊക്കെ ഇടിപ്പിച്ചപ്പോഴേക്കും ദാവീദ് ഉരുണ്ട് വീഴാൻ പോവാ. ഇതൊന്നും സൂട്ടാകുന്നില്ല എനിക്ക്. കാര്യം എൻ്റെ ആയുധം ഇതല്ല ചായ. എൻ്റെ ആയുധം പ്രാർത്ഥനയാണ്. ഞാൻ കാട്ടിലിരിക്കുന്ന എന്തോ ഇവർ ഓർത്തല്ലേ, പുള്ളി കാട്ടിൽ പോയിരുന്ന് ഉറങ്ങുവാന്ന് വിചാരിച്ച്. അവിടെ ഇരുന്നുകൊണ്ട് കിന്നരം വായിച്ചുകൊണ്ട് അഭിഷേകത്തെ അങ്ങോട്ട് ജ്വലിപ്പിച്ചിട്ടാണ് നാട്ടിലോട്ട് ഇറങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വിഷയത്തിന്റെ മുമ്പിലോട്ട് പിശാചിനറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണോ അല്ലയോ എന്ന്. പിശാചിനറിയാം. അവന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം ഉണ്ടോ, അവൻ നിങ്ങളുടെ മുമ്പിൽ തരിപ്പടമായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ സമയം ഏതും മാറും. ആൻറ്റി ബൈബിളിൽ പറഞ്ഞത് ഊനമില്ലാത്ത തലമുറ എന്ന് പറഞ്ഞേക്കുന്നത്. ഒരു കോംപ്രമൈസും നമുക്ക് വേണ്ട. അത് സംഭവിക്കും. ഇത് യുദ്ധമാ, ജയിച്ചേ പറ്റത്തുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സില്ല. ഇവിടെ ജയം മാത്രമേ ഉള്ളൂ നമുക്ക്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്നാ ചെയ്യും? ഇതാണ് ദൈവത്തിന്റെ മനോഭാവം വെളിപ്പെടുത്തുക. പലരും പറയും, എന്തുകൊണ്ടാണ് ബ്രദറെ അപ്പോസ്തല പ്രവൃത്തി നടന്ന പോലെ? ഞാനും പണ്ട് ചോദിക്കും, കാണുന്ന എല്ലാ ബ്രദർമാരും ചോദിക്കും, എന്തുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി നടക്കാത്തത്? ഉടനെ പലരും പറയും, ഓ അത് ആദ്യ നൂറ്റാണ്ടാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് ഇപ്പം നടക്കുന്നില്ല? ഇതിനേക്കാൾ വലിയത് പിന്നെ നടന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയേക്കാൾ വലിയ ചരിത്രം നടന്നിട്ടുണ്ട് ലോകത്തിൽ. അത് പ്രാർത്ഥിക്കുന്നവനെ ലോകത്തെ. അപ്പൊ അതെന്തെന്നറിയോ? പൗലോസിന്റെ സീക്രട്ട് പൗലോസ് പറഞ്ഞു തന്നു, ഞാൻ എല്ലാ സമയത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. കണ്ടോ? എല്ലാ സമയത്തും. നമുക്കറിയാം പൗലോസ് കൂടാരപ്പണി ചെയ്ത ആളാ. എന്താ കൂടാരപ്പണി? ചിലർ പറയുന്നു പൗലോസ് എഞ്ചിനീയർ ആണെന്നും, ചിലർ പറയുന്നു പൗലോസ് കോൺട്രാക്ടർ ആയിരുന്നെന്നും, ചിലർ പറയുന്നു പൗലോസ് സൂപ്പർവൈസർ. ഒന്നുമല്ല. കൂടാരപ്പണി എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കുക, കട്ട ചുമക്കണം, സിമെന്റ് കൂട്ടണം, എല്ലാ കാലത്ത് എന്തൊക്കെയാണോ അന്നത്തെ സംഭവം ഇതെല്ലാം ചെയ്യണം. ആ സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഭയങ്കര പൗലോസിനെ സോഫ്റ്റ് ആക്കാൻ നോക്കും. എഞ്ചിനീയർക്ക് എന്നാ സുഖമല്ലേ, വെറുതെ ഇരുന്നുകൊണ്ട് അത് ചെയ്യ് ഇത് ചെയ്യ്. കൂടാരപ്പണി എന്ന് പറഞ്ഞ ആ കാലത്ത് കൂടാരപ്പണി തന്നെയാ.
ആ സമയത്തും പൗലോസ് പറഞ്ഞാൽ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കും. അതുകൊണ്ട് എന്നെ കുഴപ്പമെന്നറിയോ പൗലോസ്, എവിടെ ചെന്നാലും ഭൂതം അങ്ങോട്ട് ഇളകും. പിശാച് പറയും, ഈ പുള്ളി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അതിന് ഈ പുള്ളി വന്നാൽ നിനക്ക് എന്നാ കുഴപ്പം? ഈ പുള്ളി വന്നാൽ തീ കത്തുന്നത് പോലെയാ. സ്വത്രം പറഞ്ഞാട്ടെ. കാര്യം ഇവന്റെ അകത്ത് ഭയങ്കര ഒരു തീ കത്തിക്കൊണ്ടിരിക്കുക. അഭിഷേകത്തിന്റെ അഗ്നി ഇവന്റെ അകത്ത് തീ കത്തി 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 ആളിക്കൊണ്ടിരിക്കുക. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഈ ദിവസങ്ങളിൽ ആരാണ് റെഡിയാകുന്നത്? നിങ്ങൾ പോകുന്ന ട്രെയിനിൽ, നിങ്ങളുടെ കയറുന്ന ബസ്സിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഭൂതങ്ങൾ അലറി മാറാൻ വേണ്ടി പോകുക. പൈശാചിക ലോകങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കീഴ്പ്പെടുന്നത് കാണാൻ വേണ്ടി പോകുക. യേശുവിന്റെ നാമത്തിൽ അന്യഭാഷ പറഞ്ഞ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ റീഖമന ശൈതല റബന അർത്ഥന റീഖമന സിയാന്തേ. അന്യഭാഷയിൽ ഒന്ന് യുദ്ധം ചെയ്തേ, ഒന്ന് സ്ട്രെങ്തൻ ആയിക്കേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ ശക്തീകരിക്കണമേ. ഓ റാൽക്കനാറിയ അഭിഷേകത്തെ ആരാണോ ജ്വലിപ്പിക്കുന്നത്, അവരുടെ മുമ്പിൽ ഇവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അറിയാവോ? ഞാൻ സാത്താനെ ഉയർത്തി കാണിക്കൊന്നുമല്ല. അവന്റെ തല യേശു തകർത്തതാ. പക്ഷെ അവന്റെ തന്ത്രം എന്നാണെന്നറിയാവോ? നിങ്ങളെക്കാളും പ്രായം അവനുണ്ട്. നമ്മൾ പറയത്തില്ലേ, നമ്മളെക്കാളും മൂപ്പ് കൂടുതലാന്ന് പറയത്തില്ല. എന്തുവാ? പ്രായത്തിൽ, എക്സ്പീരിയൻസിൽ. അവന് ദാവീദിനെ ഉരുട്ടിയിട്ട ചരിത്രം അവന് പറയാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അവന് ഗോലിയാത്തിനെ ഉരുട്ടിയ ചരിത്രമുണ്ട് പറയാൻ. എക്സ്പീരിയൻസ് ഉണ്ട്. ഇവരെല്ലാം വീണത് കണ്ടതാ. വലിയ മുതുമുത്തച്ഛനായ ആരത് വീഴുന്നത് അവൻ കണ്ടതാ. ഇവന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഈ തന്ത്രം അവൻ എല്ലാ കാലത്തും ഉപയോഗിക്കും. വചനത്തിന് വിരുദ്ധമായി നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കും. ബൈബിൾ പറയുന്നത് എന്നാണെന്നറിയാവോ? നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്നെപ്പറ്റി ബൈബിൾ എന്താ പറഞ്ഞേക്കുന്നത്? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേ. പക്ഷെ അതിന് വിപരീതമായി വരുന്നതെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യണം. യുദ്ധം വളരെ സിമ്പിളാണ്. പ്രാർത്ഥനാ മുറിയിലാണ് നിങ്ങളുടെ യുദ്ധം. എന്നെ സിമ്പിൾ അല്ലേ? വാള് എടുക്കണ്ട, കത്തി എടുക്കണ്ട, മുറിക്കകത്തോട്ട് കയറുക, വാച്ച് ഓഫ് ചെയ്യുക, ഫോൺ ഓഫ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കാതിരിക്കുക, വാട്സാപ്പ് നോക്കാതിരിക്കുക, മിസ് കോൾ നോക്കാതിരിക്കുക, ടൈം നോക്കാതിരിക്കുക, അവിടെ ഇരിക്കുക, വചനം എന്ന വാളെടുത്ത് പിടിക്കുക. എപ്പോഴാണോ ഇത് പൊക്കാൻ പറ്റുന്നത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഇത് എപ്പോഴാണോ റിസൾട്ട് വെട്ട് കൊണ്ടെന്ന് എപ്പോഴാണ് അറിയുന്നറിയോ? വേണ്ട, നിങ്ങൾക്ക് ശക്തി റിലീസായെന്ന് എങ്ങനെ അറിയുന്നറിയോ? ശക്തി റിലീസായെന്ന് അറിഞ്ഞ എപ്പോഴെന്നറിയാവോ? വിടുതലുകൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് വന്നു. ഈ വചനം പൊക്കി വെട്ടാനുള്ള സ്ട്രെങ്ത് വന്നു. ഇത് നമ്മുടെ നോർമൽ ലൈഫിൽ നടക്കുന്നത് എങ്ങനെയാന്നുള്ള പ്രാക്ടിക്കൽ ലൈഫിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ വചനം പറയുമ്പോൾ അത്ഭുതം അല്ലേ, പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം. ഇതെങ്ങനെ ഇതിന് പിന്നിൽ നടക്കുന്നത്? ഇതിന്റെ പിന്നിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധം അറിയാവുന്നത് കൊണ്ടാണ് അപ്പോസ്തലന്മാർ മിടുക്കന്മാരായത്. അവർക്ക് പഠിപ്പുമില്ല, വിദ്യാഭ്യാസം ഒന്നുമില്ല. പക്ഷേ രാജാക്കന്മാര് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവര് വന്ന് മുമ്പിൽ വീണു. ശതാധിപന്മാര് പത്രോസിന്റെ മുട്ട വീണു, കാലി വീണു. പത്രോസ് പറയും, ഞാൻ കേവലം ഒരു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ, ഞാനൊരു മീൻപിടുത്തക്കാരൻ, മീൻ കച്ചവടക്കാരൻ, നിങ്ങൾ വലിയ രാജാവോ ശതാധിപനൊക്കെയാ. പക്ഷെ പുള്ളി പറയും, എടാ വീഴാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നിന്റെ പേര് ദൂതന്മാരാ വന്ന് പറയുന്നത്. കണ്ടോ ഏഞ്ചലിക് വിസിറ്റേഷൻ? കണ്ടോ? അപ്പൊ എന്നാ സംഭവം എന്നറിയോ? വിശപ്പുണ്ടേലും വെൺമാടത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളാ പത്രോസ്ലീഹ. അപ്പൊ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാൽ വിഷയങ്ങൾ തന്നെ മാറും. എപ്പോഴും ഓർത്തോണേ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ കാണുന്നില്ല എങ്കിൽ റെഡി ആയിക്കോ. യുദ്ധം ചെയ്യാൻ റെഡി ആയിക്കോ. പ്രാർത്ഥന മുറി കയറണം. അല്ലാതെ ലോകത്തിലെ ഏത് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും രക്ഷയില്ല. യുദ്ധം നിങ്ങളുടേതാണ്. നമ്മളിത് ഏതെങ്കിലും ബ്രദർ വന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങോട്ട്, എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്, ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ മാറാൻ വേണ്ടി കാണുന്ന എല്ലാ ദൈവദാസന്മാരെ കൊണ്ടും പ്രാർത്ഥിച്ച് ബൈബിളിൽ കൊണ്ടുവന്ന് പൈസ വെക്കും. 500, 1000, 100 എല്ലാം കൊണ്ടുവന്ന് ബൈബിളിൽ എന്ത് ചെയ്യും? വെക്കും. എന്നിട്ട് സാമ്പത്തികം നേരെയാകുന്നതല്ലാതെ, അത് റെഡിയാകുന്നില്ല. മൊത്തം കുഴപ്പം വന്നുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ബൈബിൾ നിറച്ചും പൈസയാ. എന്നാൽ അരി മേടിക്കാൻ പോലും എന്ത് ചെയ്യത്തില്ല, ഈ പൈസ ഉപയോഗിക്കത്തില്ല. അവസാനം പിടിച്ചു വെച്ചോണ്ടിരുന്നു. ഇപ്പൊ അത്ഭുതം. അവസാനം നോട്ട് നിരോധനം വന്ന് ആ കാശ് മൊത്തം വെറുതെ പോയി. അല്ലെങ്കിൽ അതെങ്കിലും വെച്ച് എന്ത് ചെയ്യായിരുന്നു? എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ പ്രാർത്ഥിച്ചിട്ട് ഉണ്ടാകാത്തത്?
ചില സമയത്ത് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ചില സമയത്ത് അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചാലും ചില സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട യുദ്ധങ്ങളുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭൂതം വിട്ടുപോയാലും പിന്നെയും വരുമെന്ന് യേശു പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയാവോ? അവിടെ ചൂട് അടുപ്പിക്കുന്നില്ല എങ്കിൽ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമ്മൾ ശ്രദ്ധിച്ചു, നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര പ്രാർത്ഥനയാണ്. ബാക്കി സമയങ്ങളോ നമ്മൾ എത്ര നേരം അന്യഭാഷ പറയും? ഇനി ബ്രദറെ, ഞാൻ 5 മണിക്കൂർ അന്യഭാഷ പറയും, അപ്പോൾ എത്ര നേരം വാളുകൊണ്ട് വെട്ടുന്നുണ്ട്? വെട്ട് കൊണ്ടോ എന്നറിയണമെങ്കിൽ റിസൾട്ട് വരുമ്പോഴാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. റിസൾട്ട് എപ്പോൾ കാണുന്നോ വെട്ട് നിർത്തിക്കൂ, അതുവരെ വെട്ടിക്കൊണ്ടിരിക്കണം. കാര്യം സ്പിരിച്വൽ സ്ട്രെങ്ത് എന്നുള്ളത് വലിയൊരു സബ്ജക്റ്റാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്പിരിച്വൽ സ്ട്രെങ്ത് നമുക്ക് സ്പിരിച്വലി നമുക്ക് കാണാൻ പറ്റുന്ന ഒറ്റ ആയുധം മാത്രമേ ഉള്ളൂ, ബൈബിളാണ്. സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിൻ്റെ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ബൈബിൾ മാത്രമാണ്. വേറൊന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാണാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുന്നത്? കാണാൻ പറ്റുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനൊരു റിബേക്ക ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു ദൈവദാസിയുടെ ഒരു പുസ്തകം വായിച്ചതാണ്. ഈ സാത്താൻ ആരാധനക്കാരുടെ പുസ്തകത്തിൻ്റെ അകത്ത് ഈ അവിടുത്തെ സാത്താനുമായിട്ട് ആരാധിക്കുന്ന ഒരു പുള്ളിക്കാരി ശരീരത്തിൽ നിന്ന് പുറത്തു പോയി വേറൊരു ഇങ്ങനെ അവരെ ആക്രമിക്കാൻ വേണ്ടി, ഒരു പ്രീസ്റ്റിനെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുക. അങ്ങനെ ഈ കൂടുമാറ്റം അവിടെ കുറേ സംഭവമുണ്ട് സാത്താൻ ആരാധനക്കാരുടെ. ഈ ഇവരിങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് സ്പിരിറ്റിൽ അവരെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഇവർ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്, ഇയാളകത്തിരുന്നുകൊണ്ട് ഭയങ്കര പ്രാർത്ഥനയാണ് സാധാരണ പോലെ തന്നെ. പക്ഷെ വീട് ചുറ്റും ചെങ്ങല ദൂതന്മാരെ ആദ്യമായിട്ട് അവർ കാണുന്ന പറഞ്ഞു. ചെങ്ങല ദൂതന്മാർ, അതായത് ചെങ്ങല പോലെ കൈകൾ കണക്ട് ചെയ്ത് കിടക്കുക. അവരുടെ കൈകൾ ചെങ്ങല പോലെയാ, അതിങ്ങനെ കണക്ട് ചെയ്ത് വീട് മൊത്തം കിടക്കുക. അവത്തിൽ ഒരു ദൂതൻ ഇവളെ നോക്കി ചിരിച്ച ഉടനെ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സ്പിരിറ്റ് ലോകത്തിൽ നിന്ന് എല്ലാം താഴേക്ക് വേണമെന്നാണ് പറഞ്ഞത്. വെട്ടിയില്ല, കൊന്നുമില്ല, ഒന്ന് ചിരിച്ചു ഇവളെ നോക്കി. അതോടെ ഇവളുടെ സകല ശക്തിയും താഴേക്ക് വേണമെന്നാണ് പറഞ്ഞത്. ഈ ദൈവദാസൻ അറിയുന്നൊന്നുമില്ല. പുള്ളി സാധാരണ പോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാരിങ്ങനെ കവർ ചെയ്തിരിക്കുക. ചെങ്ങല ദൂതന്മാർ. ഞാനും ആദ്യമായിട്ട് കേൾക്കുന്ന ചെങ്ങല ദൂതന്മാർ. വലിയ ഫേമസ് ബുക്കാണ് അത്. ആ ബുക്ക് വായിക്കാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. കാര്യം വചനത്തിൻ്റെ ഒരു പരിജ്ഞാനം നിങ്ങളുടെ അകത്ത് കയറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന കുറേ ബുക്കുകളത്. സാത്താനെ ഉയർത്തുമല്ല ആ ബുക്ക്, ശരിക്കും പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസുകൾ അതൊക്കെ. ആമേൻ. നോക്കിക്കേ. അപ്പോൾ ഒരു ദൂതൻ്റെ ഒരു ചിരിക്കകത്ത് പൈശാചിക ലോകത്തിൽ വലിയ റാങ്കിലുള്ള ഒരാളെ താഴേക്കിടാൻ പറ്റി. പിന്നീട് അവരാണ് എക്സ്പീരിയൻസുകളാണ് പിന്നെ ആ ബുക്കിലേക്ക് മുഴുവൻ അവർക്കുണ്ടായ എക്സ്പീരിയൻസുകൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഒരുത്തൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തെല്ലാം നടക്കുന്നുണ്ട് ആത്മലോകത്തിൽ. നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, ദൂതന്മാർ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മനുഷ്യരുടെയോ ദൂതന്മാരുടെയോ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹം. അപ്പൊ ദൂതന്മാരുടെ ഭാഷ എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ ആളാ പൗലോസേ. നമുക്കാണെങ്കിൽ പണിക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ. ഇവിടെ പൗലോസ് സ്വന്തമായിട്ട് ക്ലെയിം ചെയ്യാൻ എല്ലാ സമയത്തും പ്രാർത്ഥിച്ചു. അപ്പൊ കൂടാരപ്പണി ചെയ്യുമ്പോഴോ അതിൻ്റെ അർത്ഥം എന്തുവാ? എല്ലാ സമയത്തും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളോട് പിന്നെ ദൂതൻ സംസാരിച്ചില്ല, പിന്നെ ആര് സംസാരിക്കും? പറ. നമ്മൾ സ്വപ്നത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അവ്യക്തമായി കാണുന്ന കാഴ്ചകൾ അങ്ങോട്ട് വർദ്ധിക്കട്ടെ. സ്പിരിച്വൽ വാർഫെയർ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ലഭിച്ച അന്യഭാഷ, നിങ്ങൾക്ക് ലഭിച്ച വചനം നിങ്ങൾ ഉപയോഗിക്കുവാൻ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. ഇപ്പം ഞാൻ പറയാം, 5 മണിക്കൂർ മുതൽ അന്യഭാഷ പ്രാർത്ഥിച്ചു, പക്ഷേ എത്ര നേരം വചനം പറഞ്ഞു? 5 മിനിറ്റ് പറഞ്ഞു. റെഡിയല്ല, പ്രയോജനമില്ല. കാര്യം ഫിസിക്കലി മസിൽ വന്നു. യുദ്ധത്തിൻ്റെ സമയത്ത് ആകെ 2 പ്രാവശ്യം വെട്ടി, ബാക്കി ഞാൻ എന്ത് ചെയ്തു? ഒറയിലിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ജയം കിട്ടത്തില്ല. 5 മണിക്കൂർ അന്യഭാഷ പറഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ വചനവും പറയണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഫിസിക്കലി നിങ്ങൾ സ്ട്രെങ്ത് ആകും, വെട്ടിക്കൊണ്ടേയിരിക്കുക. വെട്ടി നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പറഞ്ഞത് മുൻപോട്ട് പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലെ ലാക്കിലേക്ക് ഓടുക എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ദിവസങ്ങളിൽ നമുക്ക് തണുത്തിരിക്കാൻ പറ്റത്തില്ല. ചാർജ് ആയേ പറ്റത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചാർജ് ആയേ പറ്റത്തുള്ളൂ. സമയം കണ്ടെത്തണം. സമയം ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, യുദ്ധം നിങ്ങളുടേതാണ്, മറക്കരുത്. ഇവിടുത്തെ ഇന്ത്യൻ മിലിറ്ററി യുദ്ധം ചെയ്യുന്നത് അവർ പറയും, ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല, ഫേസ്ബുക്കിൽ കയറാൻ പോലും സമയമില്ലെന്ന് പറയും. എങ്ങനെ ഇരിക്കും യുദ്ധം? ചൈനയും പാകിസ്ഥാനും ഒക്കെ യുദ്ധത്തിന് വേണ്ടി വരിക. അവിടുത്തെ മിലിറ്ററിക്കാരിങ്ങനെ പറയുക, ഞങ്ങളിപ്പം കുറച്ച് നേരം ഫേസ്ബുക്കിൽ കയറട്ടെ എന്ന് പറഞ്ഞ അവസ്ഥ ആലോചിച്ച് നോക്കിയത് നിങ്ങൾ. ഇത് തന്നെയാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല,
പകരം നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പ്രാർത്ഥന കേട്ടാൽ രക്ഷപ്പെടത്തില്ല കേട്ടോ. ആൾക്കാർ തെറ്റിദ്ധാരണയാണ്. പ്രാർത്ഥന കേൾക്കുന്നത് അറിവ് കയറിക്കൊണ്ടിരിക്കുക. ഈ അറിവ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ റിസൾട്ട് വരത്തുള്ളൂ. നമ്മൾ വചനം കേൾക്കുന്നത് അറിവ് കിട്ടും, വെളിപ്പാട് നമുക്ക് കിട്ടുക. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നില്ല. ഞാനത് ഉപയോഗിക്കാത്തിടത്തോളം കാലം ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഈ വഴിയാണ് ഞങ്ങൾക്ക് അവസാനിപ്പിക്കാം. നിങ്ങളിപ്പോൾ ഏത് വിഷയമാണ് നിങ്ങളുടെ ഭാരമെന്ന് വിചാരിച്ചു പറഞ്ഞു തരാം. ഏത് വിഷയത്തിൽ ഭാരപ്പെടുക, ആ വിഷയം നിങ്ങൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുക. അതിനെപ്പറ്റി ദൈവവചനത്തിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് ആദ്യം കണ്ടെത്തണം. അതാണ് കൊരിന്ത്യർ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധം. അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം എന്താ പറയുന്നത്? ദൈവത്തിന്റെ പരിജ്ഞാനം എന്താ പറയുന്നത്? ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. രോഗം എന്നുള്ളത് ദൈവത്തിന്റെ പരിജ്ഞാനമല്ല. ദൈവത്തിന്റെ പരിജ്ഞാനം എന്തുവാ? സൗഖ്യമാണ്. പക്ഷെ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അപ്പൊ യുദ്ധം വേണം. ഇത്രയാണ്. പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ യുദ്ധത്തിന് റെഡി ആയിക്കോണം. എന്താ യുദ്ധം? ദൈവത്തിന്റെ പരിജ്ഞാനം ആകുന്ന വചനം എന്ന വാള് കൈപിടിച്ചോണം. 2, വിശ്വാസം എന്ന പരിച മുറുക്കെ പിടിക്കണം. സൗഖ്യം നടക്കും. അപ്പൊ ഇത് പറയുന്ന സമയത്ത് എന്നാ സംഭവിക്കുന്ന അറിയാമോ? സിംറ്റങ്ങൾ, രോഗത്തിന്റെ സിംറ്റം നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് പൊങ്ങി വരും. പെട്ടെന്നൊരു വേദന, പെട്ടെന്നൊരു കുഴപ്പം, പെട്ടെന്ന് റിസൾട്ട് എല്ലാം പ്രതികൂലമാകുന്നു. ഡോക്ടർ പറയുന്നു നീ മരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ടയേർഡായി. ഉടനെ നമ്മുടെ സ്പിരിറ്റ് സ്ട്രെങ്ത് ആക്കണം. സ്പിരിറ്റ് സ്ട്രെങ്ത് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിലും അവന്റെ അമിത ബലത്തിലും. അപ്പൊ നിങ്ങൾ ഉടനെ അന്യഭാഷ പറയാൻ വിചാരിച്ചു. അന്യഭാഷ പറയുമ്പോൾ വേദനയും രോഗം വിഷയം അവിടെ ഉണ്ട്. നിങ്ങൾ അന്യഭാഷ പറയുന്നു, വചനം പറയുന്നു, അന്യഭാഷ പറയുന്നു, വചനം പറയുന്നു. ഉടനെ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങളുടെ ആത്മാവ് വചനമില്ലാത്ത മായമില്ലാത്ത പാല് കുടിച്ച് നിങ്ങളുടെ സ്പിരിച്വൽ മാൻ വളരാൻ തുടങ്ങും. ഈ പുള്ളിക്ക് മസിലുകൾ വരാൻ തുടങ്ങും. ഈ പുള്ളി സ്ട്രെങ്ത് ആകുമ്പോൾ നിങ്ങളുടെ വചനം എന്ന വാള് മുറുക്കെ പിടിക്കാൻ പറ്റും. ഇനി ശ്രദ്ധിച്ച് നോക്കിയേ, നിങ്ങൾ ഏത് വിഷയം മാറിപ്പോകരുത്. ആ വിഷയം ഏതാണ്? എപ്പോഴും ചുമ്മാ ഞാനിങ്ങനെ ലോക്കൽ ഭാഷ പറയുകയാണെങ്കിൽ കാളം പൂളം വചനം പറയരുത്. ചുമ്മാ വചനം പറയരുത്. ഇപ്പൊ ചിലരുണ്ട് കടഭാരം മാറാൻ വേണ്ടി ഉടനെ പറയും യഹോവ നല്ലവരെന്ന് രുചിച്ചറിവൻ. ഓരോന്നിനും ദൈവം ഓരോ വചനം വെച്ചിട്ടുണ്ട്. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഹോവ എൻ്റെ നിൽക്കുന്നതിന് മുട്ടില്ലാത്ത, അതാണ് അതിൻ്റെ അർത്ഥം. അതിന് ആ വചനം തന്നെ വേണം. അതുകൊണ്ട് വചനം കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. ഓരോന്നിനും ഓരോ വചനമുണ്ട്. സാമ്പത്തിക അനുഗ്രഹം എനിക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറയുക യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വരട്ടെ. ബ്രദറിന്റെ കടഭാരം മാറുന്നില്ല. കാര്യം എന്തുവാ? ഞാൻ ഉപയോഗിക്കുന്നത് തെറ്റായ വചനമാണ്. തെറ്റായ വചനം ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ വചനത്തെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാ? എൻ്റെ വിഷയം ഏതാണോ അതുമായി ബന്ധപ്പെട്ട വചനം കണ്ടെത്തണം. ഇപ്പൊ നിങ്ങൾ രാജ്യത്ത് വന്നു, ജോലി വേണം, എന്നാ ചെയ്യും? സ്പോൺസർഷിപ്പ് വേണം, എന്ത് ചെയ്യണം? സങ്കീർത്തനം പറയുന്നു, നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അപ്പൊ ഈ രാജ്യത്ത് നന്മ ഒറ്റ വഴിയുള്ള ആ വചനം പറഞ്ഞാൽ മതി. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, ഞാൻ നന്മ കാണും. അപ്പൊ ഈ വചനം പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നേലും ഒക്കെ സ്പോൺസർഷിപ്പ് വരുമെന്നേ. കാര്യം വചനത്തിന് പ്രത്യേകത വിളിച്ചു വരുത്താൻ പറ്റും. വചനത്തിന് നന്മകളെ വിളിച്ചു വരുത്താൻ പറ്റും, ഉയർച്ചയെ വിളിച്ചു വരുത്താൻ പറ്റും. അന്യഭാഷ പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ഈ ദിവസങ്ങളിൽ ആ വചനം ഒന്ന് ഡിക്ലെയർ ചെയ്തിട്ട് അന്യഭാഷ പ്രാർത്ഥിച്ച്. അപ്പൊ അന്യഭാഷയും വചനവും കൂടെ ക്ലാഷ് ആയില്ലെങ്കിൽ അവിടെ റിസൾട്ട് ഉണ്ടാകത്തില്ല. അറിയാവോ? അന്യഭാഷയും വേർഡും ക്ലാഷ് ആകുന്നില്ല. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് വലിപ്പം കൂടുതലാണെങ്കിൽ അവിടെ ക്ലാഷ് ആകത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇത് ക്ലാഷ് ആകണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് ഗുണമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈജിപ്തിലെ പിരമിഡിന്റെ അകത്ത് നിന്ന് 3000-2000 വർഷം പഴക്കമുള്ള വിത്ത് കിട്ടിയെന്നാ പറഞ്ഞു. ഒരു കേടുമില്ല. കാര്യം എന്തുവാ? അത് പൊതിഞ്ഞു വെച്ചത് കൊണ്ടാ. അത് നിലത്തിട്ടിരുന്നെങ്കിലോ? ഗവേഷകർ വീണ്ടും നിലത്തിട്ട് നോക്കിയപ്പോൾ അത് മുളച്ചു വരുന്നുണ്ട്. കണ്ടോ? ഇത്രയും നാളും അത് പൊതിഞ്ഞ് സൂക്ഷിച്ചപ്പോൾ ഒരു കേടും വച്ചില്ല. ഇത് തന്നെ വചനം പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ദൈവത്തിന്റെ വചന സ്ഫോടനം നടക്കണം നമ്മുടെ അകത്ത്. ഈ സ്ഫോടനം സംഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഭയങ്കര അന്യഭാഷ പ്രാർത്ഥിക്കും, പക്ഷെ വചനം കുറവാ. ഇത് രണ്ടും ഒരേ ബാലൻസിൽ പൊക്കോണ്ടിരിക്കണം.
ഞാൻ പറഞ്ഞു തരാം. ഉദാഹരണം പറയുക. ഇപ്പൊ ഉദാഹരണമായിട്ട് കർത്താവിന്റെ അടിപ്പിളരാൻ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ അന്യഭാഷ പറയുക. അന്യഭാഷ പറയുന്നതോടൊപ്പം തന്നെ പിന്നെയും വചനം പറയണം. വചനം പറയുകയും അന്യഭാഷ പറയുകയും വചനം പറയുകയും അന്യഭാഷ പറയുകയും ചെയ്യുമ്പോൾ ഇവിടെ ഞാനെന്ന വ്യക്തിനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. എങ്ങനെ ഞാനെന്ന വ്യക്തി ഇൻവോൾവ് ചെയ്യുന്നത്? നിങ്ങൾ ബൈബിൾ എത്ര പേര് ശരിക്കും വായിച്ചിട്ടുണ്ട്? കൈപൊക്കിക്കേ. ശരിക്കും ബൈബിൾ വായിച്ചിട്ടുണ്ട്? ഈ ഒരധ്യായെങ്കിലും വായിച്ചിട്ടുണ്ട്? ഒരധ്യായെങ്കിലും ഉണ്ട്. ചോദ്യം മനസ്സിലാഞ്ഞിട്ട് ഒരധ്യായം വായിച്ചിട്ടുണ്ട്. അവിടെ മുഴുവനും നിങ്ങളുടെ പേരില്ല. അവിടെ നീയെന്നും നിങ്ങളെന്നും അവരെന്നും ഇവരെന്നും ഒക്കെയുള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഇപ്പൊ ലൂക്കോസി പറയാ, യേശു പറയാ, നമ്മൾ ആ വാക്യമുണ്ട്, നിങ്ങൾ പാമ്പുകളെയും തെരുവുകളെയും ശത്രുവിന്റെ സ്ഥലത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക്. അപ്പൊ നമ്മളങ്ങനെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക്. അത് ആരോടോ യേശു പറഞ്ഞതാ, നമ്മളോടൊന്നും ആണോ? എങ്ങനെ നമ്മളോടാകുന്നത്? അവിടെ ഞാൻ. അപ്പൊ വചനവുമായിട്ട് എന്നെ ലിങ്ക് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ വചനം ആക്റ്റീവ് ആകത്തില്ല. അപ്പൊ ഞാൻ പറയാ, പാമ്പുകളെയും തെരുവുകളെയും ശത്രുവിന്റെ സ്ഥലത്തും കർത്താവ് അവർക്ക് അധികാരം കൊടുത്തു. അപ്പൊ അവർക്ക് എന്തുണ്ട്? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർക്ക് അധികാരം കൊടുത്തു. അതുകൊണ്ട് എനിക്ക് എന്നാ ഉണ്ട്? എനിക്കൊന്നുമില്ല. അവർക്ക് അധികാരമുണ്ട്. അവർക്ക് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവർക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് അധികാരം എന്ന് പറയുമ്പോൾ അത് എൻ്റെലേക്ക് തിരിയും. വചനം എൻ്റെ നേരെ തിരിയണം. വചനം എൻ്റെ ഇതൊക്കെ ബൈബിളിന്റെ ഓരോ മർമ്മങ്ങളാ. വചനത്തെ എൻ്റെ നേരെ തിരിക്കണം ഞാൻ. രണ്ട് വചനത്തെ ആത്മാവുമായിട്ട് കൂട്ടിമുട്ടിക്കണം. ഇതിൻ്റെ അകത്തൊരു സ്ഫോടനം സംഭവിക്കുമ്പോഴാണ് സ്പിരിച്വൽ വാർഫെയർ സ്റ്റാർട്ട് ആകുന്നത്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യേശുവിനൊക്കെ പോയിട്ട് നല്ല ഒന്നാന്തരം ദാവീദ് പോലും പറയാത്ത രീതിയിൽ സങ്കീർത്തനമായിട്ട് ലൂസിഫർ എന്നല്ലേ യേശുവെ നോക്കിക്കേ, ഇതിന്റെ കാല് കല്ലിൽ തട്ടി. എന്നാ പ്രസംഗന. നമ്മളാണെങ്കിൽ വിളിച്ചൊരു ഗസ്റ്റ് കൊടുത്തേനെ. കാര്യം യേശുവിനൊക്കെ പോയിട്ട് എന്ത് ചെയ്തു? സുവിശേഷം വല്ലതും സംഭവിച്ചു സാത്താന്? യേശു ഇവിടെ നിൽക്കുന്നു, സാത്താൻ പറയുന്നു യേശുവേ അങ്ങോട്ട് ചാടിക്കേ, കാല് കല്ലിൽ തട്ടി. എന്തൊരു സ്ഫുടതയല്ലേ! ഒരു മിസ്റ്റേക്കും അവിടെ കൊടുത്തിട്ടില്ല. കറക്റ്റായിട്ട് മത്തായി പറയുക, കറക്റ്റായിട്ട് പറഞ്ഞു ലൂസിഫർ. വല്ലതും സംഭവിച്ചോ? വചനം എന്ന വാൾ എന്തുകൊണ്ടാണ് ലൂസിഫറിന് വെട്ട് കിട്ടാഞ്ഞത്? കണ്ടോ? അപ്പൊ ഉപയോഗിക്കാൻ അറിയാകുന്നവന് കിട്ടിയിട്ട് വചനം പ്രയോജനമുള്ളൂ. കാര്യം സാത്താനല്ലേ വചനം പറഞ്ഞു. നോക്കി, സാത്താനല്ലേ വാക്യം പറഞ്ഞത്? നിന്റെ കാല് കല്ലിൽ തട്ടി. ആരെ ഈ വാക്യം പറയുന്നത്? നിങ്ങൾ പറ, ആരെ ഈ വാക്യം പറയുന്നത്? സാക്ഷാൽ ലൂസിഫർ വന്ന് പറയുക നിന്റെ കാല്. എന്തുകൊണ്ടാ വചനം പറഞ്ഞിട്ടും സാത്താൻ കത്തിപ്പോകാഞ്ഞത്? ഇത് തന്നെയാ തെളിവ്. മതിലെ കൊണ്ടത് വചനം എഴുതിക്കൊണ്ട് വചനത്തിന് വല്ല കുഴപ്പമുണ്ടോ? ആത്മാവുള്ളവൻ അത് ഉപയോഗിക്കുമ്പോഴത് ആക്റ്റീവ് ആകത്തുള്ളൂ. സാത്താൻ പറഞ്ഞപ്പോൾ അത് ആക്റ്റീവ് ആയില്ല. അങ്ങനെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ പുള്ളി കത്തിപ്പോയനെ. ആണോ അല്ലയോ? പക്ഷെ യേശു എടുത്തിട്ട് പറഞ്ഞു, സാത്താനെ നീ എന്നെ വിട്ട് പോ എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ അവൻ ചാടിപ്പോയി. കാര്യം ആ വചനം പൊള്ളാൻ തുടങ്ങി. കണ്ടോ? കിട്ടേണ്ടവന്റെ കിട്ടിയപ്പോ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പലരും പറയും, ബ്രദറെ ഈ സൂമിൽ എങ്ങനെയാ കയറുന്നത്? ചില അമ്മച്ചിമാർ ചോദിക്കും കേട്ടോ. കാര്യം എന്തുവാ? കൊച്ചുമക്കളെല്ലാം ഫോൺ മേടിച്ചു കൊടുത്തു. പക്ഷേ ഞാനിത് അമ്മച്ചി എപ്പോഴും പറയും, ബ്രദറെ എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് കയറുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ അവസാനം ഒരു വീഡിയോ ഉണ്ടാക്കി, എങ്ങനെയാണ് സൂമിൽ കയറേണ്ടത്. ഞാനൊരു വീഡിയോ ഉണ്ടാക്കി. അത് നേരത്തെ ഉണ്ടായിരുന്നത്, നിങ്ങൾ സൂമിൽ കാണുന്നവർക്ക് അറിയാം. ഞാനത് ഗ്രൂപ്പിലെല്ലാം ഇട്ട് കൊടുത്തു. കാര്യം ഇനി ആർക്കെങ്കിലും അറിയത്തില്ല എങ്ങനെയാണ് കയറേണ്ടത്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ പോകേണ്ടത്, എങ്ങനെയാണത് ചെയ്യേണ്ടത്, എങ്ങനെ ലോഗിൻ ചെയ്യണം, ഏത് അമ്മച്ചിക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പം അമ്മച്ചി പറയും, ഇപ്പോഴാ കത്തിയത്. അപ്പൊ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ എന്തറിയത്തില്ല ഉപയോഗിക്കാൻ. ഇത് തന്നെ നമ്മുടെയും കുഴപ്പം. വചനം നമുക്ക് കാണാപ്പാടവാ അല്ലേ? ചിലർ ഈ പ്രസംഗം കഴിയുമ്പോഴേക്ക് എന്നെ തിരുത്താൻ വേണ്ടി വരുന്നവരോട്ടോ. നല്ലതാ കേട്ടോ, ബ്രദർ ആ വാക്യം തെറ്റിപ്പോയി, സ്തോത്രം, ആ വാക്യം മാറിപ്പോയി. ചിലപ്പോൾ മാറിപ്പോയെന്നിരിക്കും. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ നമ്മളിത് മുഴുവൻ. എനിക്കിപ്പോൾ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുക അബ്രഹാമിന്റെ പ്രായം, എനിക്കറിയത്തില്ല. നമുക്ക് തെറ്റുകൾ വരാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അറിയുന്ന വചനത്തിന്റെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. ഒരു വാക്യമേ അറിയത്തുള്ളൂ, അതിൻ്റെ അകത്ത് ഉറപ്പ് വേണം. ഇല്ല ഇതിന് തളർന്ന് നമ്മൾ എവിടെയാ ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അടുത്തോ നിങ്ങൾ എവിടെയാണ് നമ്മൾ വീക്കാകുന്നറിയാവോ? നമ്മൾ വീക്കാകുന്ന പോയിന്റ്, നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സിറ്റുവേഷന് ഒരു പ്രത്യേകതയുണ്ട്. ഈ യേശുക്രിസ്തു ഉണ്ടായ പടകിലും കാറ്റടിച്ചു, നോക്കിയിട്ടുണ്ടോ? യേശുക്രിസ്തു അവിടെ ഉറങ്ങിയപ്പോഴും കാറ്റ് ഭയങ്കര പുള്ളിയാ. ശിഷ്യന്മാരെങ്ങനെയും മറിച്ചിടാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്യുക? ശിഷ്യന്മാരല്ല ലക്ഷ്യം, യേശുവിനെയും കൂടെ എന്ത് ചെയ്യാനാ? കാര്യം യേശു പടകിൽ കിടക്കുമ്പോഴും പടക ഇളകിയെന്നാണ് പറഞ്ഞത് അല്ലേ?
അപ്പൊ അവന്റെ ലക്ഷ്യം എന്തുവാ? മുങ്ങുവാണ്, യേശുവിനെ കൂടെ എന്ത് ചെയ്തേക്കാം. കാറ്റും കോളും അടിച്ചുകൊണ്ടിരുന്നു. പത്രോസൊക്കെ കിടന്ന് കടലറിയാവുന്ന ആൾക്കാരാണ്, പക്ഷെ ഇവർക്ക് ബാലൻസ് കിട്ടുന്നില്ല, ഇവരിങ്ങനെ ആടുക. അപ്പൊ യേശു എന്ത് ചെയ്യുന്നുണ്ട്? കടലിൽ കിടന്നുകൊണ്ട്. അപ്പൊ കാറ്റ് ഓർത്തുകൊണ്ടിരുന്നത് എന്നാന്നറിയാവോ? ഒറ്റ ടേണിങ്ങിൽ അടുത്തത് യേശുവാ. അപ്പൊ പത്രോസിന് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യേശുവും വെള്ളത്തിൽ പോകും, നമ്മളെല്ലാവരും. ഉടനെ ചാടിയിട്ട്, യേശുവേ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത്. യേശു എണീറ്റിട്ടും കാറ്റ് അമർന്നില്ല. കണ്ടോ? യേശു എണീറ്റപ്പോൾ ഉടനെ സാത്താൻ ഓടി മറഞ്ഞില്ല അവിടെ. പുള്ളി അവിടെ തന്നെ ആടിക്കൊണ്ടിരിക്കുക. പിന്നെ ആ പുള്ളി തുടർന്നുകൊണ്ടിരിക്കുക. യേശു എണീറ്റ ഉടനെ കാറ്റേ കടലെ അടങ്ങുക. അപ്പൊ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ. യേശു ചാടി എണീറ്റിട്ടും എന്ത് ചെയ്തില്ല? കാറ്റും കടലും. യേശു നമ്മളെ പഠിപ്പിക്കുക, അധികാരം ഉപയോഗിക്കാൻ പഠിക്കണം. നമ്മൾ വിഷയം പറഞ്ഞുകൊണ്ടിരുന്ന സാത്താൻ ആട്ടിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ പറയാം, എൻ്റെ ബ്രദറെ എനിക്ക് വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. സാത്താൻ ഇത് തന്നെയല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പ്രശ്നമാണ്, 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 പ്രശ്നമാണ്. യേശു വന്നിട്ട് ഉടനെ പറഞ്ഞു, പ്രശ്നമാണെന്നല്ല പറഞ്ഞത്, അടങ്ങുക. എന്തുകൊണ്ടാണ് യേശു പറഞ്ഞപ്പോൾ നിൽക്കുന്നത്? ലൂക്കോസ് 4 പറയുന്നു, യേശുവിൻ്റെ അകത്ത് ആത്മാവിൻ്റെ നിറവുണ്ട്. യേശു പറഞ്ഞ നിന്നേ പറ്റത്തുള്ളൂ. ഇതാണ് യേശു അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്നും ഉയരത്തിൽ നിന്ന് ശക്തി പിടിക്കാതെ പോകരുത്. പത്രോസിന്റെ ചാട്ടമൊക്കെ നല്ലതാ, പത്രോസിന്റെ എടുത്തിയാട്ടമൊക്കെ നല്ലതാ, യോഹന്നാൻ ഇടിമക്കളൊക്കെയാ, കാര്യമൊക്കെ ശരിയാ. പക്ഷേ യെരൂശലേമിന്റെ അപ്പുറം കാല് കുത്തിയാൽ ഓടേണ്ടി വരും. പക്ഷെ ഉയരത്തിൽ നിന്ന് ശക്തിയും പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മൂവ് ചെയ്യ്. നിന്നെ യെരൂശലേമിലോ യഹൂദിയയിലോ ശമരിയയിലോ നിന്നെ ഒരുത്തനും പിടിച്ചു കെട്ടത്തില്ല. നിങ്ങൾ സഭാചരിത്രം പഠിച്ചു നോക്കിയേ. നീണ്ട 2000 വർഷമായിട്ട് പത്രോസ് സ്ലീഹ എന്ന് നമ്മൾ വിളിച്ചു പറയാൻ കാര്യം എന്തുവാ? മീൻപിടുത്തക്കാരനാ, പക്ഷേ ചരിത്രത്തെ കീറി മുറിച്ചുകൊണ്ട് കയറി വന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വർഷം യാത്ര ചെയ്യുമോ പത്രോസ് സ്ലീഹ? ഇത്രയും വർഷം യാത്ര ചെയ്തിട്ടും ഒരു ക്ഷീണവുമില്ല അദ്ദേഹത്തിന്റെ അഭിഷേകത്തിന്. കാര്യം അന്ന് പ്രാപിച്ച ശക്തിയായത് ചരിത്രത്തെ തിരുത്തി എഴുതി. ഒരു മീൻപിടുത്തക്കാരൻ ലോകത്തെ അഡ്രസ് ചെയ്യുക. ഇതാണ് അഭിഷേകം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം വെറുതെ ഒരു സങ്കടം വെല്ലുമിച്ച് പണ്ട് സങ്കീർത്തനം വായിക്കുമായിരുന്നു. പണ്ടൊക്കെ സീരിയൽ ഉണ്ടായിരുന്നു വീട്ടിൽ. പണ്ട്, ഇപ്പോഴല്ല, പള്ളിയിൽ പോകുന്ന സമയത്ത് അമ്മച്ചി കറക്റ്റ് 7 ആകുമ്പോൾ കറണ്ട് പോകുമ്പോൾ ഓടിച്ചിട്ടൊരു പ്രാർത്ഥനയാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒറ്റ പ്രാർത്ഥന. മുട്ട നിന്നുകൊണ്ട് 1/2 മണിക്കൂർ തൊണ്ടിട്ടുള്ള സങ്കീർത്തനം വായിച്ച് കറക്റ്റ് 7:30 ആകുമ്പോൾ കറണ്ടും വരും, സീരിയലും തുടങ്ങും. അത് എനിക്കറിയത്തില്ല എങ്ങനെയാ ടൈം കറക്റ്റ് ചെയ്യുന്നത്. 1/2 മണിക്കൂറിനകത്ത് പാട്ട്, സ്വർഗ്ഗസ്ഥനായ പിതാവേ, തൊണ്ടിട്ടുള്ള സങ്കീർത്തനം, എല്ലാം കൃത്യം, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല. പക്ഷെ വല്ല ഗുണമുണ്ടോ? മനസ്സ് മൊത്തം സീരിയലാ. ഇതാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രത വിട്ടു മാറരുത്. എപ്പോഴും ഓർത്തോണം, വചനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് മതി, അതിന് വിരോധമായി പൊങ്ങുന്നത് എനിക്കുള്ളതല്ല, അതിനെ വെട്ടിക്കേറിക്കോണം. അതിന് നിങ്ങൾ സ്ട്രെങ്ത് ആകണം. അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് നല്ല സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. സ്വന്തമായിട്ട് നമുക്ക് പലപ്പോഴും ഈ ബ്രദറെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ല. അപ്പോൾ നിങ്ങൾ എന്തെന്ന് അറിയാവോ? ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പകർച്ചവ്യാധി പോലെയാണ്. പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടിയാൽ പകർച്ച ഉണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊരു പകർച്ചവ്യാധിയാണ്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് 120 പേരുടെ മേൽ അഭിഷേകം വന്നു. ആ പകർച്ചയായി ലോകം മുഴുവൻ പടർന്നേക്കുന്നത്. അവരങ്ങോട്ട് തുടങ്ങി. പിന്നെ അത് മുഴുവൻ എന്ത് ചെയ്തു? ഓരോ സഭകളിലേക്ക് സ്പ്രെഡ്. ഇന്ന് അത് നിർത്തി. ചില സഭയിൽ ഇന്ന് ഞാനിപ്പം ജോസഫ് ബ്രദർ നിങ്ങളെല്ലാം വർഷിപ്പ് ചെയ്തപ്പോഴേക്കും നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, കർത്താവ് നമ്മുടെ മീറ്റിംഗ് 11:30 സ്റ്റാർട്ട് ചെയ്യുന്ന കാണിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പം നമ്മുടെ സൗണ്ട് ക്ലിയർ ആയി വരുന്നുള്ള ടൈമിൽ ഞാനത് 11:45 കാരണം എനിക്കറിയാം ഒരു ഫ്ലോ വരുമ്പം നമ്മൾ പിടിച്ചു നിർത്തരുത്. വലിയ പ്രവൃത്തി ഞാൻ എന്നോട് പറഞ്ഞിട്ട് പിന്നെ അവസാനം സ്റ്റോപ്പ് ചെയ്തത്. ആ ഫ്ലോ അവർക്ക് വരുമ്പം അവരുടെ അകത്ത് അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ആ ഫ്ലോ ആണ് നമ്മളെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫില്ലിംഗ് ആണ് വേർഡ് പറയുമ്പോൾ റിസൾട്ട് തരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് ഫില്ലിങ് നടന്നില്ലെങ്കിൽ വേർഡ് പറഞ്ഞാൽ എന്ത് നടക്കത്തില്ല? കാര്യം ലൂസിഫർ വചനം പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. വചനത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി വേണം. അതുകൊണ്ടാണ് ലോകത്തിൽ എല്ലായിടത്തും ബൈബിളുണ്ടല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആൾക്കാരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഈ ചില ആൾക്കാരുണ്ട്, സാത്താൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു സാധാരണ ട്രിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ ബൈബിള് കത്തിച്ചാൽ അങ്ങോട്ട് തീർന്നു പോകുമെന്ന് വിചാരിച്ചാണ് ഇവന്മാരെല്ലാം ബൈബിള് കത്തിക്കുന്നത് ലോകത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? ഈ ബൈബിള് കത്തിച്ചത് കൊണ്ടോ ബൈബിള് വീട്ടിൽ വെച്ചത് കൊണ്ടോ ഒരു ഗുണവുമില്ല. ഇത് ഉപയോഗിക്കുന്നവനെ ഗുണമുള്ളൂ. ഇത് കത്തിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല.
ഇത് വീട്ടിൽ വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവന്റെ കിട്ടണം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? അപ്പൊ ഇന്ന് മുതൽ ചുമ്മാ വചനം പറയല് ഏത് വിഷയമാണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യേണ്ടത് ഒന്ന് നോക്കിക്കേ. ഞാനിപ്പോൾ എവിടെയാണ് എനിക്ക് ഫൈറ്റ്? ഫിനാൻഷ്യലി ആണോ, അതോ തലമുറ വിഷയത്തിലാണോ, അതോ കുടുംബ വിഷയത്തിലാണോ? എവിടെയാ ഇപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്? അതാ ഫൈറ്റ്. അത് ഫോക്കസ് ചെയ്തിട്ട് അത് ഇപ്പൊ ഞാൻ പറയും, ഇന്ത്യ പാക് യുദ്ധം നടക്കുക എവിടെയാ? കാശ്മീരിൽ. പട്ടാളക്കാരെല്ലാം നേരെ നേരെ കോട്ടയത്തോട്ട് വന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യുദ്ധം. വല്ല ഗുണമുണ്ടോ? അവർ കിടന്ന് ഭയങ്കര വെടിവെപ്പും ബഹളവും. യുദ്ധം എവിടെയാ? കാശ്മീരില. ഇത് തന്നെ നമുക്ക് സംഭവിക്കരുത്. നമുക്കിപ്പം നമുക്ക് യുദ്ധമുള്ള സ്ഥലത്ത് നമ്മൾ മാറിയിട്ട് നമ്മൾ പറയും വേറെ എന്തൊക്കെയോ വിഷയമുണ്ട്. എന്നാ വിഷയം? ഇതാ വിഷയം. ഇത് കറക്റ്റ് പിടിക്ക്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വചനം ബുക്ക്. എന്നിട്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പോയി കിടക്കുവോ ഇരിക്കുവോ എന്നെ വെള്ളം ചെയ്യും. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ മാനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്ക്. അവൻ്റെ ബോഡിയെ ബിൽഡ് ചെയ്യ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അഭിഷേകം നുകത്തെ ഓടിക്കും. യോക്ക് ഷാൽ ബി ഡിസ്ട്രോയിഡ് എന്നാ പറഞ്ഞേക്കുന്നത്. ഓടിയുന്നില്ല ഇപ്പം. കാര്യം എന്തുവാ? അനോയിന്റിങ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്തുകൊണ്ട് അഭിഷേകം മൂവ് ചെയ്യാത്തതെന്ന്? അഭിഷേകം മൂവ് ചെയ്യാത്തത് നിങ്ങളുടെ പ്രാർത്ഥനാ ലൈഫ് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആക്കാനുണ്ട്. നമുക്ക് ഇഷ്ടം എന്നാണെന്നറിയാവോ? ഈ സാത്താൻ്റെ എല്ലാം കുറ്റം വെച്ചിട്ട് അങ്ങ് പോകാൻ. പിശാച് എല്ലാം തടഞ്ഞു. പിശാച് പറയും നീ പ്രാർത്ഥിക്കാത്തത് നിന്റെ കുഴപ്പം. പിശാച് പറയും നീ സ്പിരിച്വലി സ്ട്രെങ്ത് ആകാത്തത്. പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പിശാച് പറയും കർത്താവിലും ആമിത ബലത്തിലും നീ ശക്തിപ്പെടാത്തത് നിന്റെ കുഴപ്പം, എൻ്റെ കുഴപ്പമല്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നിനക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ബൗണ്ടറി അടച്ചുകൊണ്ടേയിരിക്കും, മട കെട്ടിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും. പൊട്ടിക്കുക എന്നുള്ളതല്ല എൻ്റെ ഡ്യൂട്ടി. സാത്താൻ പറയും എൻ്റെ ഡ്യൂട്ടി കെട്ടുക എന്നുള്ളതാണ്, പൊട്ടിക്കുക എന്നുള്ളത് നിന്റെ ഡ്യൂട്ടിയാ. നീ പൊട്ടിക്കുന്നില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് സാത്താൻ്റെ സാക്ഷ്യം. നമ്മൾ തിരിച്ചറിഞ്ഞോണേ. പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അവനിപ്പോൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രശ്നത്തെ വലുതാക്കിക്കൊണ്ടിരിക്കുക, ബലൂൺ പോലെ വീർപ്പിക്കുക. നമ്മൾ പറയും അയ്യോ എന്നാ വലിയ വിഷയ. അത് ബലൂണാ, ഒന്ന് കുത്തിയാ പൊട്ടത്തേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പഴയ നിയമത്തിലെ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ഏലീശ എന്ന് പറയുന്നത്. ഏലിയാവ് എന്ന് പറയുന്നത്. ഏലിയാവിനെ പറ്റി പറഞ്ഞു, ഏലിയാവ് തൻ്റെ തല തൻ്റെ മുഴങ്കാലിനിടയിലോട്ട് തിരികെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾക്ക് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് മുട്ടതിക്ക് നിങ്ങൾ ആരും ഇത് കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞ പോലെ ഞാനിത് പറയാത്തതിൻ്റെ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുക ആൾക്കാർ. കവന്ന് വീണ് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ കവന്ന് വീണ് പ്രാർത്ഥിക്കുക. അതിൻ്റെ അപ്പോൾ ഏലിയാവിന് അങ്ങനെ ഒന്ന് ആ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയാണ് പറയുന്നത്. അതായത് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് കുനിയാൻ പറ്റുമോ? നമ്മുടെ വയർ എന്ത് ചെയ്യും? തട്ടും അല്ലേ? നമുക്ക് താഴാൻ പറ്റത്തില്ല. ഇദ്ദേഹം ഇങ്ങനെ വളഞ്ഞ് തൻ്റെ മുഴങ്കാലിടയിലോട്ട് തല വെച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? അത് ശീലമായതുകൊണ്ട് ഈസി ആയിട്ട് ആ പ്രോസസ്സിലോട്ട് പോകും. മണിക്കൂറുകൾ അങ്ങനെ ഇരിക്കുമായിരുന്നു, അങ്ങനെ അങ്ങ് ഫ്ലെക്സിബിൾ ആയിട്ട് പോകുമായിരുന്നു. അതിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ വലിയ ഓടിവാ മുട്ടയിരിക്കാൻ പറഞ്ഞാൽ വലിയ പെട്ടെന്ന് പറ്റുമോ? കാര്യം ശീലിക്കുന്നില്ല അങ്ങനെ അല്ലേ. ഞാൻ മുട്ടയിരിക്കാൻ വേണ്ടി പറയുമല്ല. അദ്ദേഹത്തിൻ്റെ അകത്തൊരു ശീലമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചൊരു ശീലമുള്ളതായതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഇങ്ങനെ പോയിരിക്കും, പ്രാർത്ഥിക്കാനിരിക്കും. അവിടെ എന്നാ സംഭവിക്കുന്നത് അറിയാവോ? അവിടുന്ന് കിട്ടുന്ന ഒരു സ്ട്രെങ്തുമായിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി കർമ്മേലിൽ എത്ര ഭൂതമിളകിയാലും, ഇനി എത്ര വലിയ ബാലിൻ്റെ പ്രവാചകന്മാർ തീ ഇറക്കാൻ നോക്കിയാലും ഇറങ്ങത്തില്ല, തീ കത്തത്തില്ല. കാര്യം ഇവൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് അവൻ കെടുത്തിയിട്ടിരിക്കുമോ അതിനകത്ത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആത്മമനുഷ്യനെ ശക്തി കൊടുക്കണം. ഞാൻ എപ്പോഴും പലരോടും പറയാറുണ്ട്, അന്യഭാഷ ഇല്ല എന്ന് പറയുന്നത് എക്സ്ക്യൂസ് അല്ല. അന്യഭാഷ പ്രാപിക്കണം, അത് മസ്റ്റാണ്. അന്യഭാഷ എന്നുള്ളത് സ്ട്രെങ്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ സ്പിരിച്വൽ സ്ട്രെങ്ത് കിട്ടിയോണ്ട് കാര്യമില്ല. വചനം എന്ന വാൾ ഉപയോഗിക്കണം. ഇത് രണ്ടും കൂടെ ചേർന്നാലേ ഉള്ളൂ റിസൾട്ട് വരികയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ല വേണ്ടത്. ഞാൻ സ്ട്രെങ്ത് ആക്കിക്കൊണ്ടിരിക്കുക, ഞാൻ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ശരീരം, എൻ്റെ സ്പിരിച്വൽ മാനെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത്ഭുതം നടക്കുന്ന കാര്യമാണ്. ഇതെന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ നാമം പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് സംഭവിക്കുന്ന റിസൾട്ടുകളാണ്. ഇത് നിങ്ങൾ എത്രത്തോളം വർദ്ധിപ്പിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമായിരുന്നു,
രാവിലെ എണീറ്റ് 8 മണി മുതൽ ചുമ്മാ അന്യഭാഷ പറയുക. എന്നിട്ട് ഞാനൊക്കെ സമയം നോക്കും, എത്ര മണിക്കൂർ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, എത്ര നേരം ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ട്, എത്ര നേരം ഞാൻ ഫോണിൽ നോക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം ഞാൻ ചുമ്മാ ഒരു കണക്ക് നോക്കുമായിരുന്നു എൻ്റെ പ്രാർത്ഥന ടൈം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ കുറേ നോക്കിയിട്ട് നമുക്ക് ടാലി ആകുന്നില്ല, ഡിസ്ട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ നോക്കിക്കേ, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് 1 മണിക്കൂർ ഒന്ന് ഇപ്പോൾ 1 മണിയാണ്, നോക്കിക്കേ 1 മണി മുതൽ എനിക്ക് എത്ര നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ടയേർഡ് ആകുന്നുണ്ടെങ്കിൽ, അയ്യോ ടയേർഡ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വാളെടുത്ത് പിടിച്ചാൽ എന്ത് സംഭവിക്കും? ഇതാണ് ഇപ്പൊ ക്ലിയർ ആയോ? വചനം പറഞ്ഞിട്ടും മാറാത്ത തന്നെ. ഞാൻ പറഞ്ഞില്ലേ, തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെ വാളെടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നിന്ന് ആടുന്നതിന്റെ കാരണം രാജാവിൻ്റെ അത്ര സ്ട്രോങ് അല്ല ഞാൻ. അപ്പൊ സ്പിരിച്വൽ മാന് സ്ട്രെങ്ത് കുറയുന്നത് അറിയണമെങ്കിൽ നിങ്ങൾ എത്ര നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ പ്രയർ ലൈഫുമായിട്ട് അതിന് ബന്ധമുണ്ട്. അതാണ് നമുക്ക് കണക്ക് നോക്കാൻ പറ്റും. എനിക്ക് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളതിൻ്റെ മുഴുവൻ കണക്കൊന്നുമല്ല, ഒരു തുക പറഞ്ഞു തരുവാണ്. എനിക്ക് എത്ര നേരം പ്രാർത്ഥിക്കാൻ കപ്പാസിറ്റി ഉണ്ടോ അതനുസരിച്ച് എൻ്റെ സ്പിരിച്വൽ മാൻ സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ബദറ, എനിക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 മണിക്കൂറത്തെ അകത്രയും സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. അത് കൂട്ടണം. അന്യഭാഷാ പ്രാർത്ഥന കൂട്ടിക്കൊണ്ടിരിക്കണം. ടൈം നോക്കി 5 മണിക്കൂർ നിങ്ങൾക്ക് അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു മനുഷ്യനാണ്. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആണ്. 5 മണിക്കൂർ കണ്ടിന്യൂസ് പറയുകയും വചനവും കൂടെ പറഞ്ഞാൽ നിങ്ങൾ ഹെവി സ്ട്രോങ് ആണ്. നിങ്ങളുടെ ഏരിയയെ പോലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പിശാചിന് കയറാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഏരിയയെ പോയിട്ട് തൊടാൻ, കാര്യം നിങ്ങളുടെ സ്പിരിച്വൽ മാൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ രാജ്യത്തിൻ്റെ ഓരോ ഘടനയുണ്ട് അല്ലേ. ഉക്രൈൻ്റെ യുദ്ധം വന്ന സമയത്ത് പെട്ടെന്ന് ഉക്രൈനെ റഷ്യ ആക്രമിച്ചപ്പോഴേക്കും ലോകം മൊത്തം പറഞ്ഞു ഇപ്പം തരിപ്പടമാകും, ഇത് മൊത്തം ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാകുമെന്ന് പറഞ്ഞു. പക്ഷെ കുറേ രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തപ്പോൾ യുദ്ധത്തിനൊരു വാങ്ങലുണ്ടായി. പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞ യുദ്ധം തീരുന്നില്ല, പയ്യെ. കാര്യം എന്തുവാ? പല രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തപ്പോഴേക്കും റഷ്യക്കൊരു വാങ്ങൽ. കാര്യം അവരോർത്തത് പെട്ടെന്ന് പിടിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ സ്ട്രെങ്ത് കൊടുത്തുകൊണ്ടിരുന്നു പല രാജ്യങ്ങൾ. അവർ സപ്പോർട്ട് കൊടുക്കുന്നതനുസരിച്ച് ഇവർക്കതൊരു സ്ട്രെങ്തായി മാറി. ഇതേപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ മാന് സ്ട്രെങ്ത് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ടയേർഡാകുന്ന വിഷമങ്ങൾ, നിങ്ങളുടെ അവിശ്വാസം, പിറുപിറുപ്പ്, ക്ഷീണം, മടുപ്പ്, നിരാശ ഇതെല്ലാം മാറാൻ തുടങ്ങും. ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ മാൻ്റെ പ്രശ്നങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഫിസിക്കൽ മാൻ്റെ കുഴപ്പം അത് ഞാൻ പിന്നീട് ദിവസം പറയാം. നമുക്കിത് പറയാൻ നമുക്ക് ടൈമില്ല. ഒരു കാലിൽ പറഞ്ഞാട്ടെ, ഒരു കാലം നിങ്ങൾ എനിക്കൊന്ന് ടയേർഡായെന്ന് തോന്നുന്നു. ആമേൻ. നിങ്ങളുടെ മുഖം കണ്ടിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു കാലിൽ പറഞ്ഞേ, ഒരു സ്വത്രം പറഞ്ഞോട്ടെ, ഒരു കാലിൽ പറഞ്ഞോട്ടെ. അപ്പോൾ സ്പിരിച്വൽ വാർഫെയർ ഭയങ്കര വിഷയമാണ്. നമുക്ക് പിന്നെ ഒരു ദിവസം പിന്നെ എന്ത് ചെയ്യാം, അതിനെ പിന്നെ ആത്മാവിൽ നമുക്ക് ആ ഒരു റിസൾട്ട് വരുമ്പോൾ എനിക്കൊന്ന് ഇത്രയും ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവം ചിലപ്പോൾ ഇപ്പം ഇതായിരിക്കും ആഗ്രഹിക്കുന്നത് ഈ സമയത്ത്. ഒരു ഹാലലി പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ സ്പിരിച്വൽ മാനെ സ്ട്രെങ്ത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇനി നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ എവിടെയാണോ കുഴപ്പം അത് കണ്ടുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ ഏത് വിഷയം ചുമ്മാ അന്യഭാഷ പറയരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തുവേശ്വരയ്ക്കുള്ള നിർമ്മലത, അതാണ് ഫോക്കസ് മാറിപ്പോരുത്. ഏത് വിഷയത്തിൽ ഇപ്പം എനിക്ക് യുദ്ധമുള്ളത് അവിടെ തന്നെ മുറുകെ പിടിക്കണം, അവിടെ തന്നെ സ്ട്രോങ് ആയി പിടിച്ചു. ആ വിഷയം തന്നെ എടുക്കുക. അതുമായി ബന്ധപ്പെട്ട വചനം കണ്ടിന്യൂസ് പറ, അന്യഭാഷ പറ, കണ്ടിന്യൂസ് പറ, വചനം പറ, അന്യഭാഷ പറ. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ അറിയാൻ പറ്റും തീ കത്തുന്ന അനുഭവം പിശാചിനുണ്ടാവും. ഇപ്പം തണുപ്പത്ത് കയറി കിടക്കുക പുള്ളി. 18 വർഷമായി അമ്മച്ചിയുടെ മേൽ കൂനിയാക്കി പുള്ളി തണുത്തിരിക്കുകയോടെ. ആ തണുപ്പ് യേശു തൊട്ടപ്പോൾ ചൂടടിച്ചപ്പോഴേക്കും ചാടി പുറത്തിറങ്ങി. അമ്മച്ചി നേരെയായി. അത്ഭുതം നടക്കാൻ വേണ്ടി പോവാ. നന്ദി പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. അന്യഭാഷയുള്ളവർ റാമന സൈതല റാത്തെ ശേഖെ ലേബെ മോ റീഖാന ശൈതല റീഖാമന അർബന റീഖാ മനാസിയാന്തരെ അർത്ഥന റീഖാ വസിയാന്തരെ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. പോരെ യേശുവേ,
സാത്താന്റെ അടിത്തറ ഇളക്കുന്ന അഭിഷേകത്തിന്റെ അഗ്നിയുടെ ചൂട് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ആത്മാവിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സകല പ്രതികൂലത്തിന് മേൽ ആത്മശക്തിയുടെ തീ കത്തുന്ന രീതിയിൽ അറിയാതെ പറഞ്ഞേ, ഞാൻ അത്ഭുതം കാണും, ഞാൻ യേശുവിന്റെ നാമത്തിൽ Shatala riante revesiantele arbia raso kelemana rianto shatala rigamana swaitala udala barama siantele arbia rima sekele benesiandere udabala barabala santala armana setele beriantele ഈ സമയത്ത് പ്രാർത്ഥിച്ച എല്ലാവരും ഓ റബലബറ അന്യഭാഷയിൽ ലോമസിയാന്തലെ ഓ റിബബബബബ ശാതല ബറിയാന്തലെ ഉഡാല ബറബ ശാന്തല മസിയാന്തലെ അന്യഭാഷ പ്രാർത്ഥിച്ച് തലമുറകൾ പ്രാർത്ഥിച്ച് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ജോലി വേണം, പറ ഈ രാജ്യത്ത് എനിക്ക് നന്മ വേണം, എനിക്ക് യേശുവിന്റെ നാമത്തിൽ എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ ഭക്ഷിക്കും, ഒരു ഹോസ്പിറ്റലിലോ ഒരു പാഴ്ചെലവായിട്ടോ പോകത്തില്ല, എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വന്നിരിക്കുന്നു. നടുവിൽ എന്റെ സന്തതികളെയും ഓ റബനബശ് ഓ പറഞ്ഞ യഹോവ തരുന്ന ദാനമാണ് തലമുറകൾ. എന്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായി തീരും, എന്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായി തീരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഓ നിന്റെ യൗവനക്കാർ ദർശനങ്ങൾ കാണും. ഇതിന് വിരോധമായി പൊങ്ങുന്നതിനെ ആത്മാവിൽ വെട്ട്. ആത്മാവിൽ വെട്ട്, ആത്മാവിൽ വെട്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഓ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ശാന്തല മറിയാന്തലെ മൊറിയാന്തലെ മൊറിയാന്തെ ഉടലബറബ ശാന്തല ഓ ശബലബറഗസിയാന്തലെ ഓ യേശുവേ, യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യങ്ങൾ തുറക്കട്ടെ. ആ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, രോഗശക്തികൾ അഴിയട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ആത്മകണ്ണുകൾ പ്രകാശിക്കട്ടെ. ഓ സ്പിരിച്വൽ സ്ട്രെങ്ത് വ്യാപരിക്കട്ടെ, സ്പിരിച്വൽ സ്ട്രെങ്ത്. പോരെ 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 അന്യഭാഷയിൽ എന്റെ ചരിത്രം മാറുകയാ, എന്റെ ജീവിതം മാറുകയാ, എന്റെ കുടുംബം മാറുകയാ. ആത്മാവിന്റെ തീ, അഭിഷേകത്തിന്റെ അഗ്നി ഓരോ വ്യക്തികളുടെ മേൽ പതിയട്ടെ. എല്ലാ പിശാചിന്റെ തന്ത്രങ്ങളും തകരട്ടെ, അവന്റെ ബൗണ്ടറികൾ ബ്രേക്ക് ആകട്ടെ. Shaindala rigade biri 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 barabalaba rata masiantele moriantele moriatele arbina rika mana shatala riantele udala baraba siantele പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം സകല ബൗണ്ടറികളും സകല രോഗങ്ങളും സകല ഞെരുക്കങ്ങളും സകല സമാധാനം കളുത്തുന്ന പൈശാചിക നുഖങ്ങൾ ഓടിയട്ടെ. ഓ ശ്വൈതല ഹസ്തേ റി അശ്വൈതല ഹസ്തേ ഉഡാല ബറബല 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 udala barabala shaindala haste udabala barabala rigaderi bara shaindala rigaderi biri biri baraba udabal khanaga rika manashiantere o ri baba 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 shaitala rigala bala rigade udala baraba shaitala rigade o ri baba 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 shatala riba siantele udabala riga mana shaitele riga mana swiatele yuddham 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 yuddham. Oh, our warfare weapons are not carnal. Oh, shaitala masiantele masiantele. Atma will fight you.
Oh, shalalalalalalaria. Udala barabala baraba shwaitala. Udabala barabala rigade. Udabala barabala rigade. Oh, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ എന്റെ തലമുറകൾ അത്ഭുതമാകും. എന്റെ തലമുറകൾ സാക്ഷ്യമാകും. എന്റെ തലമുറകൾ യേശുവിന്റെ മക്കളാണ്. ഓ റബല ബറിബ. ഓ ഷീമാന റിയമ ഷിയാമ റിയമ ഷിയാമ റിയമ ഷിയാമ റിയമ. ഭാവി ഡോറുകൾ തുറക്കട്ടെ. ഭാവിയുടെ വാതിൽ തുറക്കട്ടെ. Udabala barabala rigaderi biri biri. Udaba shantala ria sekeme. O ri ba 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 ba. Bi go ri bi bi bi. Ri bi 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 swaitala swaitala. Udabala barabala 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 barabala. Ri bi 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 swaitala ba. Ri ba 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 ba. O ri ba 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 swaite regade. Rigala rigala riba ragade ragade shagade. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ അല്ല അസാധാരണമായ അഭിഷേകത്താൽ വ്യാപരിക്കട്ടെ അപ്പ. സ്ട്രെങ്തൻ ആകട്ടെ, സ്ട്രെങ്തൻ ആകട്ടെ. ഓ ഓ യേശുവേ, യുദ്ധം നിങ്ങളുടേതാണ്, യുദ്ധം നിങ്ങളുടേതാണ്. യഹോവ നിങ്ങൾക്ക് ആയുധം തന്നിട്ടുണ്ട്. പറഞ്ഞു, ഈ രാജ്യത്ത് എനിക്ക് നന്മ വേണം, ഈ രാജ്യത്ത് നന്മ വേണം, ഈ രാജ്യത്ത് ഫലം കായ്ക്കണം. ഓ ശലബറബല റിഗദേ ബിരി 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 ബറബല റിഗദേ ശന്തല റിഗദേ 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 ശകല റകല റിബല റിബല റേകേ മേരാ ശല റിയാന്തരി. ദൈവരാജ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലപ്പ. ശലറബറബലബ ശ്വലറബലബറബലബ ശ്വലറബലബരിഗദേ ഉഡാലബറമ ശിയാന്തലെ മൊറിയാന്തലെ ബറിഗദേ അർമറകമ സ്വകര. ആ രോഗത്തോട് കൈവച്ച് പറ, കൈവച്ച് പറ, രോഗത്ത് കൈവച്ച് പറ, നിന്നോട് ഞാൻ ഗുഡ് ബൈ പറയുക. രോഗശക്തിയോട് പറ, യേശുവിന്റെ അടിപ്പിണരാൽ, യേശുവിന്റെ അടിപ്പിണരാൽ, യേശുവിന്റെ അടിപ്പിണരാൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ, ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്ന രോഗത്തെ ഉടബല ബറബല റിഗതേ റിഗതേ ശീംതല റിഗദ റഗത. ഓ ശബലാത്തെ ലേമേ ഖേരേ റിബല ബറബേ ശ്വൈതല റിഗതേ ഉടബൽ ഭാരക താരക ദോഷ. ഓ ശതേരേ രേബ റഖ റിബിരി ബിരിക്ഷ ലഗത രഗത രഗതേ രഗതേ മഹരീമോ റോക്കോ ലോബോ റോക്കോ ശകല രഗതേ ബിരി 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 ശഗത രഗത ലഗത രഗത രഗത രഗതേ. Oh, nasokoriando, marosotelebiri. Oh, യേശുവേ, ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മ മനുഷ്യൻ റെഡിയാണ്. നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് റിസൾട്ട് ഉണ്ട്. യേശുവിനറിയാത്ത ഒരു കാര്യമില്ല. ഈ രാജ്യത്ത് ഫലം കായ്ച്ചേ പറ്റത്തുള്ളൂ. യാക്കോബ് പറഞ്ഞതുപോലെ, ഞാൻ വന്നപ്പോൾ നിങ്ങൾക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞാൻ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു, യഹോവ എന്നെ അനുഗ്രഹിച്ചു, യഹോവ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കോണം, യാക്കോബിനറിയാം ഞാൻ കാല് കുത്തിയാൽ അനുഗ്രഹം തുറക്കും. അത് ഏത് പൊട്ടക്കണക്കിന്റെ അകത്ത് പോയി കാല് കുത്തിയാലും ആ യാക്കോബ് അറിയാം ഞാൻ ഒരു അനുഗ്രഹമാ. ഇത് ആക്റ്റീവ് ആക്കിയവർക്ക് എവിടെ ചെന്നാലും ഇവരുടെ മേൽ സ്ട്രെങ്ത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എവിടെ കാലുകുത്തിയാലും, ഇംഗ്ലണ്ടിന്റെ ഏത് ഭാഗത്ത് കാലുകുത്തിയാലും, നിങ്ങൾ കാലുകുത്തുന്ന പട്ടണം നിനക്ക് അവകാശമാക്കി തരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ ഈ രാജ്യത്ത് സ്റ്റുഡൻസ് ആയിട്ട് വന്നല്ലേ, ഇത്രയും കാശ് മുടക്കി വന്ന്, ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ പ്ലാൻ അത് മൊത്തം തിരിച്ചു പിടിക്കണം എന്നാണ്. ഇവിടെ ഫലം കായ്ക്കണം, വിട്ടുകൊടുക്കരുത്,
വിട്ടുകൊടുക്കരുത്. ഡോറുകൾ തുറക്കാൻ നിങ്ങൾക്ക് പറ്റും. സ്പിരിച്വൽ വാർഫെയർ നിങ്ങൾ ചെയ്താൽ ഈസി ആയിട്ട് ഡോർ തുറക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്പിരിച്വൽ വാർഫെയർ കറക്റ്റായിട്ട് ചെയ്താൽ, ഈ ദിവസങ്ങളിൽ എൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഞാൻ നോക്കുന്നത് പോലെ തന്നെ എൻ്റെ സ്പിരിച്വൽ സ്ട്രെങ്തിന് വില കൊടുത്താൽ തന്നെ മുമ്പിൽ വരും. ഇതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ നന്മയും കരുണയും നിന്റെ പുറകെ വരും. കണ്ടോ, നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? നന്മയുടെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വചന വിരുദ്ധവാ. വചന വിരുദ്ധം എന്തുവാ? ഞാൻ നന്മയുടെ പുറകെ പോക്കുക, നന്മ എന്നിട്ട് കറക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാ? വചന വിരുദ്ധവാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്നതിനെ പിടിച്ചു കെട്ട്. നന്മയോട് പറ, നീ എൻ്റെ പുറകെ വരണം. സൗഖ്യത്തോട് പറ, നീ എൻ്റെ പുറകെ വരണം. ആരോഗ്യത്തോട് പറ, നീ എൻ്റെ പുറകെ വരണം. അതെന്നെ വരാത്തത് നീ വിളിച്ചാല് സ്ട്രെങ്ത് കുറവാ. നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാൾ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കണം. ചുമ്മാ അതല്ല ബൈബിളിൽ പൗലോസ്ലീഹ അപ്പോസ്തലന്മാരുടെ ദൈവം പറഞ്ഞത്, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. വെറുതെ അല്ല, വചനമെന്ന വാളുകൊണ്ട് വെട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ലോക ചരിത്രത്തിൻ്റെ അകത്ത് അവർ ചരിത്രം സൃഷ്ടിച്ചതിൻ്റെ കാരണം അവരുടെ വാർഫെയർ വെപ്പൺസിന്റെ പവറാണ്. യേശു കൂടെ ഇരുന്നു. ബൈബിളിൽ പറഞ്ഞ വാക്യമുണ്ട്, അപ്പോസ്തലന്മാരുടെ കൂടെ യേശു ഇരുന്നു. അവരാൽ നടന്ന അത്ഭുതങ്ങൾ വചനത്തെ ഉറപ്പിച്ചു. കണ്ടോ, അവരിലൂടെ നടന്നു അസാധാരണമായ കാര്യങ്ങൾ. ഇതാണ് സ്പിരിച്വൽ സ്ട്രെങ്ത്. ഇതില്ലാതെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും സ്ട്രെങ്ത് ആയി. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആഹാരം കൊടുക്കുന്നത് പോലെ തന്നെ മനുഷ്യന് ആഹാരം വേണം. ആഹാരം കഴിക്കുന്നില്ല എങ്കിൽ അതെൻ്റെ വിശ്വാസത്തിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കും. അറിയാവോ? ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഒരു വാക്യമാണ്, നിന്റെ അതിമഹത്തായ നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ അന്യഭാഷ എന്നെ സഹായം. മറ്റൊരു സ്ഥലം എടുക്കുക വിഷയം. ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ അന്യഭാഷ എന്നെ സഹായിക്കുമെന്ന്. അപ്പൊ വിശ്വാസമാണ് നമ്മുടെ കുഴപ്പം, അല്ലേ? നമ്മൾ പറയുന്നുണ്ട് വിശ്വാസം ഉണ്ട്, ഇതല്ല വേണ്ടത്, നടക്കുമെന്ന് ഉറപ്പ്. ഇതകത്തോട്ട് പ്രവേശിക്കണമെങ്കിൽ അതിമഹത്തായ വിശ്വാസം എന്നിൽ വ്യാപരിക്കണം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്രവർക്ക് സന്തോഷമുണ്ട്. നമ്മുടെ കൂടെ ഇന്ന് 165 പേരോളം സൂമിലും കാണുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അന്യഭാഷ ഉള്ളവരോ ഇല്ലവരോ ആയിക്കോട്ടെ, ഉള്ളവരോ ഇല്ലാത്തവരോ ആയിക്കോട്ടെ, അന്യഭാഷ ഇല്ല എന്നുള്ളത് എക്സ്ക്യൂസ് അല്ല. അന്യഭാഷ പ്രാപിച്ചാൽ വചനം ഉപയോഗിക്കുവാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് യൂട്യൂബിൽ കാണുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. സമയമില്ല എന്ന് പറയുന്നത് പിശാചിന് ആയുധം കൊടുക്കുന്നതിന് തുല്യമാ. സമയം ഞാൻ കണ്ടെത്തണം. യേശു നമ്മളെ പഠിപ്പിച്ച മാതൃകയുണ്ട്. അപ്പോസ്തലന്മാർ കിടന്നുറങ്ങിയപ്പോൾ യേശു എന്നാ ചെയ്തത്? യേശു എന്നാ കിടന്നുറങ്ങിയത്? അവർ ഇടയിൽ പോയി കിടന്നുറങ്ങി എന്നാണ് പറഞ്ഞത്. അവൻ മാറിപ്പോയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു നമ്മളെ പഠിപ്പിക്കുക, സ്പിരിറ്റിന്റെ ഓവർഫ്ലോ വേണം. കാര്യം എന്തുവാ? അടുത്ത ദിവസം ഗേദനദേശത്തോട് കയറി ചെല്ലുമ്പോൾ കാല് കുത്തുമ്പോ തന്നെ 6000 ഉള്ളവൻ വന്നിട്ട് വട്ടം പിടിക്കാൻ നിൽക്കരുത്. അവൻ ഓടണമെങ്കിൽ ഉറങ്ങിയാൽ പറ്റത്തില്ല. ഒരു കാലിലേ പറഞ്ഞാട്ടെ, ഉറങ്ങിയാൽ പറ്റത്തില്ല. അവനെ പിടിക്കണമെങ്കിൽ എനിക്ക് സ്പിരിച്വൽ, ഇനി എൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സകല അധികാരങ്ങളും എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ സ്പിരിച്വലി സ്ട്രെങ്ത് ആകണം. മനുഷ്യനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം. ഈസിയാണ്. നടക്കുമ്പോൾ പറ, ആഹാരം കഴിച്ച് കൈ കഴിയുമ്പോൾ മൂലം പറഞ്ഞു, ജോലിക്കിടക്കി പറഞ്ഞുകൊണ്ടിരിക്കുക, യേശുവിന് ആ വചനം പറയണം. ചുമ്മാ വചനം പറയില്ല. ഈ ദിവസങ്ങളിൽ ഏതാ ഫൈറ്റ്, അത് ഫോക്കസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, രോഗമുള്ളവൻ കടഭാരത്തിന്റെ വചനം പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് വിഷയമാണോ അത് തന്നെ പറഞ്ഞ് അതിൻ്റെ വചനം നിങ്ങളുടെ സ്വന്തമാക്കി വചനവുമായിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം വചനവും അന്യഭാഷയും പറയുന്നുവെങ്കിൽ ആക്റ്റീവ് ആകും. ആ വചനം നിങ്ങളെ നേരെ തിരിയും. വചനം എൻ്റെ നേരെ തിരിയുന്നൊരു വാക്യമുണ്ട്, എൻ്റെ നേരെ തിരിയുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ നേർക്ക് തിരിയുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മേശ നമ്മുടെ നടുവിലുണ്ട്. പരിശുദ്ധാത്മാവേ, ഞാനിന്ന് നമ്മുടെ ഈ ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥന അവസാനിപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവെ ഞങ്ങളിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരുമിച്ച് നമുക്ക് ബ്ലസ് ചെയ്യാം. ഇന്ന് ബെന്നിബദർ അവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച്. യേശുവേ, ലൈവിൽ കാണുന്നവരെ ഒന്ന് ബ്ലസ് ചെയ്ത്. അവർ ഇത്രയും സമയം പിതാവെ സ്തുതിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, നിന്റെ വചനം കർത്താവെ നിന്റെ വചനം പറയുന്നു കർത്താവെ, ആ വചനം പറഞ്ഞു വിട്ടാൽ അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല കർത്താവെ. മകൻ പറഞ്ഞ ഓരോ വചനങ്ങളും
കർത്താവെ, ഞങ്ങൾ ഓരോ ദേശങ്ങളുടെ മേൽ അയക്കുകയാണ് കർത്താവെ. ഓരോ കുടുംബങ്ങളുടെ മേൽ അയക്കുകയാണ് കർത്താവ്. ഓരോ തലമുറകളുടെ മേൽ അയക്കുകയാണ് കർത്താവെ. അത് ഈ ദിവസങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുവാൻ എങ്ങനെ ഞങ്ങൾക്കത് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് കർത്താവെ തൻ്റെ മകൻ തൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ അത് പറഞ്ഞു തന്നപ്പോൾ അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ദേശങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഓരോ ദേശത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇതിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നത്തെ ഈ വചനം കർത്താവെ രോഗികളെ സൗഖ്യമാക്കുന്നതാണത്തെ, ബന്ധനസ്ഥരെ വിടുവിക്കുന്നതാണപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഇതിൽ കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹപാത്രമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നന്ദി കർത്താവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. എൻ്റെ ഉള്ളത്തിലെ പരിശുദ്ധാത്മാവെന്ന് കാണുന്ന ചില ആൾക്കാരുടെ കർത്താവെന്ന് ഇടപെടുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിരാശകളെ കൊണ്ടിടുന്നതിനെ തമ്പരനെടുത്ത് മാറ്റാൻ വേണ്ടി ഒരു നിമിഷം ഒന്നുകൂടെ പ്രാർത്ഥിച്ച്, ഒരു സെക്കൻഡ് കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, അൽഫോൻസ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കുടുംബത്തിൻ്റെ മേൽ നിരാശ കൊണ്ടുവന്നിട്ട്, പരാജയം കൊണ്ടുവന്നിട്ട്, തലമുറകളുടെ മേൽ മുഴുവനും നിരാശ കൊണ്ടുവന്നിട്ട് ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ കെടുത്തുവാൻ നോക്കുന്നതിനെ തമ്പുരാൻ എന്ന് മാറ്റാൻ വേണ്ടി പോവാം. ഓ റാസിയാന്തരി റമസി ശോഖോലമാറാസിയാന്തരി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവരാണേലും ആ രോഗത്തിൻ്റെ മേൽ കൈയൊന്നും എടുത്ത് വെച്ചേ. ഉള്ളത് പെട്ടതിന് പ്രേരണ വന്നുകൊണ്ടാണ്. ആ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശു എനിക്ക് വേണ്ടി മുറിവേറ്റു, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സിലെന്ന് പറ. രോഗം ചുമന്നിട്ട് യേശുവിനെ ചുമക്കാൻ കഴിയത്തില്ല. രോഗത്തെ അല്ലെങ്കിൽ യേശുവിന്, എനിക്ക് യേശു മതി, യേശു മതി, യേശുവിൻ്റെ ക്രൂശ് മതി. ഇന്ന് കർത്താവിൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ ആ രോഗം സൗഖ്യമാകുകയാണ്. പറഞ്ഞ് കൈവച്ച് പറഞ്ഞ്, എനിക്ക് വേണ്ട, എനിക്ക് ആ രോഗം വേണ്ട. ബ്ലഡിലെ കൗണ്ടറോട് പറ, നീ ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. കാര്യം യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. ഷാഖല റമസിയാന്തരി. ഓ ജീസസ് നസുഖ റമസിയാന്തരി. എന്നുള്ളത് കർത്താവ് പറയാം, പ്രിൻസി എന്ന് പറയുന്ന ഒരു ചേച്ചിയുള്ള ഒരു വ്യക്തിയെ ദൈവം തൊടുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, പ്രിൻസി എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഒരു ആൺ തലമുറയുണ്ട്. ആൺ തലമുറയിനെയും ഈ പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിൻ്റെ അകത്തെ കരച്ചിലിനൊരു മറുപടി ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലൂടെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. ഓ ശലബറകടദമ സിയാഖിരി ശംഖല മർഗസ് യാന്തിരി ഷകടദന റലമന ഹസിയാന്തിരി. യേശുവിൻ്റെ നാമത്തിൽ ഈ ചെവിയുടെ ഈ ഭാഗത്ത് താഴേക്ക് ഈ മരവിപ്പ് പോലത്തെ വേദന വരുന്നവരുടെ മേൽ യേശുവിൻ്റെ അത്ഭുതത്തെ കർത്താവ് തൊടുക. ഓ റമക്കസ്യാന്തി. ആ സ്പിരിറ്റിൽ കണക്റ്റ് ആയിക്കുക. സ്പിരിച്വൽ ഐസും തുറക്കട്ടെ ആഴമായിട്ട്. ഓ ശൽഖന. ചില കാഴ്ചകൾ നിങ്ങൾ കാണാൻ വേണ്ടി പോവുക. ചില ദൂതന്മാരുടെ സാന്നിധ്യം. ഓ റൽബറാറം ശന്തന അറിയാന്തരി. വലിയൊരു സാന്നിധ്യത്തെ ഞാൻ അനുഭവിക്കുന്നു എൻ്റെ ശരീരത്തിലേക്ക്. ലെസോട്ടോ റുമാ ഖല മാറാസിയാന്തരി ഷാലാ തുബ റിയ മാസറ്റേഗോ റാദേരി ഓ ശലബറ കമസിയാന്തരി മാഷിയാലദരിമ നനാ റൂബ ഖമസിയാന്തരി. ഇത് 3 മക്കളുള്ള ഒരു കുടുംബത്തിൽ ദീപു എന്ന് പേരുള്ള ഒരു തലമുറയെ ദൈവം തൊടുക. 3 തലമുറയുള്ളതിൻ്റെ അകത്ത് ദീപു എന്ന് പറയുന്ന തലമുറയെ ദൈവം തൊടുന്നു. ഷകലറിയാന്തരി. അവനൊരു തലവേദനയാകുമെന്ന് പിശാശ് വെച്ചിരുന്ന പ്ലാനുകൾ ഇപ്പോൾ തമ്പുരാൻ പൊളിച്ചിട്ട് അവനൊരു അത്ഭുതമാകാൻ വേണ്ടി പോവാ. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ലപ്പ. യേശു ജീവിക്കുന്നു. കോംപ്രമൈസ് ചെയ്യാൻ കഴിയത്തില്ല. യേശു ഞങ്ങളെ പഠിപ്പിച്ചു തന്നു എന്താണ് സ്പിരിച്വൽ വാർഫെയർ, എങ്ങനെ ആത്മാവിൽ ശക്തിപ്പെടാം യേശു പഠിപ്പിച്ചു, എങ്ങനെ ആത്മാവിൽ മുന്നോട്ട് പോകാം യേശു പഠിപ്പിച്ചു, എങ്ങനെ ജീവിക്കാം യേശു പഠിപ്പിച്ചു. അപ്പോസ്തലന്മാർ കാണിച്ചു തന്നു. ഞങ്ങളത് ഫോളോ ചെയ്യുന്നപ്പാ. അത്ഭുത സൗഖ്യം. വിട്ടുകൊടുക്കരുത് കേട്ടോ, വിട്ടുകൊടുക്കരുത്. ബൈബിൾ വിശ്വസിക്കുന്ന നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അപ്പാ ഞാനിത് ബ്ലസ് ചെയ്യുന്നപ്പാ, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൈവ് ക്ലോസ് ചെയ്തു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ മേശയിലേക്ക് വരുമ്പോൾ എപ്പോഴും ഓർത്തോണം, കർത്താവിൻ്റെ മേശ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന. അത് റെക്കോർഡിംഗ്